അങ്ങനെ നമ്മൾ അതിന്റെ പ്രധാന ഘട്ടങ്ങളിലേക്ക് കിടക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ സജ്ജമാണ്. എന്തൊക്കെയാണ് ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഇന്നത്തെ വാർത്താ ദിനം ഉണ്ടാവുന്നതെന്ന് നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? തീർച്ചയായും ഇടുക്കിയിലെ ഭൂപ്രശ്നം തന്നെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു. ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം നടക്കുന്നുണ്ട്. റവന്യൂ നിയമവന മന്ത്രിമാർ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ കാലത്തും ഇടുക്കിയിൽ സർക്കാരുകൾക്ക് മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് തലവേദനയായിട്ടുള്ള കാര്യമാണ് അവിടുത്തെ ഭൂപ്രശ്നങ്ങൾ. ഈ പ്രശ്നത്തെ പട്ടയ പ്രശ്നങ്ങളുണ്ട്. അതിനൊപ്പം തന്നെ ഈ ബഫർ സോൺ പ്രശ്നം ഉയർന്നു വന്നതോടെ അവിടുത്തെ ആളുകളിൽ അത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും അതിനൊക്കെ ഒരു പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് 10 മണിക്ക് യോഗം ചേരുന്നത്. നമുക്കിപ്പോൾ ചേരുന്നത് നന്ദകുമാറാണ്. നന്ദൻ, വളരെ പ്രധാനപ്പെട്ട ഒരു തുടക്കമാണ്. ആദ്യം തന്നെ ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വാർത്താ ദിനം തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങുന്നത് തലസ്ഥാനത്ത് നിന്നാണ്. ഇടുക്കിയുടെ ഭൂപ്രശ്നം വളരെ സങ്കീർണമാണ് വിഷയം. ബഫർ സോൺ പ്രശ്നങ്ങൾ അതിന് പുറമേയും നിൽക്കുന്നു. ഈ ഇടുക്കിയുടെ ഭൂപ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്? മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിന്റെ അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? എന്തായിരിക്കും ഇന്ന് ഈ ദിവസം ഈ നടക്കുന്നത്? ഒപ്പം തന്നെ മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട ആശങ്ക തലസ്ഥാനം, സാധാരണ ആലപ്പുഴ പോലെയുള്ള മേഖലകളിലാണ് പക്ഷിപ്പനി വലിയ പ്രശ്നമുണ്ടാക്കാറ്. പക്ഷെ അത് ഇത്തവണ തിരുവനന്തപുരത്തേക്കും വരുന്നു എന്ന ഒരു വലിയ ആശങ്കയുണ്ട്. എന്താണ്, നമുക്ക് ഇടുക്കി യോഗത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇടുക്കി യോഗത്തിൽ നിന്നും സർക്കാർ ലക്ഷ്യമിടുന്നത് എന്താണ്? അതിന്റെ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ അതിന്റെ സാധ്യത എത്രമാത്രം? സജിത്, രഞ്ജിനി, എന്തായാലും ഗുഡ് മോർണിംഗ്. എന്തായാലും തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എന്തായാലും സജിത് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് അതിൽ ഏറ്റവും പ്രധാനം ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം തന്നെയാണെന്ന് തിരുവനന്തപുരം ജില്ലയിൽ പ്രധാനപ്പെട്ട ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. കാരണം ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിലനിൽക്കുന്ന ഭൂപ്രശ്നങ്ങൾക്ക് ഇന്നത്തോടുകൂടി പരിഹാരം കാണാൻ തന്നെയാണ് സർക്കാരിന്റെ ഒരു നീക്കം. അതിനു മുന്നോടിയായിട്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഇന്ന് യോഗം വിളിച്ചിട്ടുള്ളത്. റവന്യൂ നിയമ വകുപ്പ് മന്ത്രിമാരൊക്കെ തന്നെ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്ന വിഷയം ഇത് തന്നെയായിരിക്കും. ഭൂപ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പട്ടയവുമായി ബന്ധപ്പെട്ട് അവിടെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായും അവർ ചർച്ച ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ പ്രശ്നങ്ങൾ എന്ന രീതിയിൽ ബഫർ സോണും ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യാനാണ് ഇന്ന് രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി ഈ ഒരു യോഗം വിളിച്ചിട്ടുള്ളത്. ഈ യോഗത്തിൽ എന്തായാലും കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്യും. പട്ടയമടക്കമുള്ള കാര്യങ്ങൾ എവിടെയൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുക്കും. അതിനുവേണ്ടി തന്നെയാണ് നിയമവകുപ്പ് മന്ത്രിമാരും അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രിമാരും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുക. ഉന്നത ഉദ്യോഗസ്ഥരും, ഈ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. എന്തായാലും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇടുക്കി മേഖലയിൽ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ പട്ടയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു തലവേദന സർക്കാരിന് സൃഷ്ടിച്ചിട്ടുള്ളത്. മാറി മാറി വരുന്ന സർക്കാരിനൊക്കെ തന്നെ ഇത് വലിയൊരു തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ തന്നെയാണ് രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. സജിത്, നന്ദകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ഇന്ന് 10 മണിക്ക് യോഗം തലസ്ഥാനത്തുണ്ട്. എന്ത് നടപടി അതിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം സൈറ്റ് തുടക്കത്തിൽ സൂചിപ്പിച്ചു. കോട്ടയം, ആലപ്പുഴ ജില്ലകളിലൊക്കെ പക്ഷിപ്പനി സജീവമാണ്. ആ ഒരു സീസണോട് എടുക്കുമ്പോൾ തന്നെ നമ്മളത് കണ്ടുവരാറുണ്ട്. പക്ഷേ തിരുവനന്തപുരം അഴിയൂർ പഞ്ചായത്തിൽ ഇത്തരത്തിൽ പക്ഷിപ്പനി പടരുന്നു. കോഴികളെയും താറാവുകളെയും കൊന്നെടുക്കുന്ന നടപടിയിലേക്കെല്ലാം കാര്യങ്ങൾ കടക്കുകയാണ്. സൈറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു കാണേണ്ടത് ഇതൊരു യുവ കർഷകന്റെ ഫാമാണ്. അവിടെ 4-5 ലക്ഷം രൂപ മുടക്കി 23 വയസ്സ് പ്രായമുള്ള ഒരു യുവ കർഷകൻ ഇങ്ങനെ ഒരു ഫാം തുടങ്ങുന്നു. അതിൽ പക്ഷികൾക്ക് കൂട്ടത്തോടെ പനി വരുന്നു. അത് ചത്തു വീഴുന്ന അവസ്ഥയിലേക്കൊന്നും ആരോഗ്യവകുപ്പ് അടക്കം നടപടിയെടുത്ത് അതിനെ കൂട്ടത്തോടെ കൊന്നെടുക്കാൻ പോവുകയാണ്. ആ യുവ കർഷകനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രതിസന്ധിയാണ്. ഈ ചെറിയ പ്രായത്തിൽ ഇത്ര വലിയൊരു പൈസ കടമെടുത്ത് തീർച്ചയായും എന്തായാലും സർക്കാർ കൃത്യമായൊരു നടപടി, അതിനൊരു കൃത്യമായൊരു നഷ്ടപരിഹാരം നൽകും എന്ന പ്രതീക്ഷയിലാണ് ആ കർഷകൻ. എന്താ നന്ദകുമാർ അതിന്റെ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും അല്ലേ? നന്ദൻ, എന്താണ് ഈ പക്ഷിപ്പനിയുടെ വിശദാംശങ്ങൾ? എന്ത് നടപടിക്രമങ്ങളാണ്? കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അഴൂർ പഞ്ചായത്തിലെ പ്രശ്നങ്ങൾ വാർത്തകൾ വരുന്നുണ്ട്. ഇന്ന് എന്ത് നടപടിക്രമങ്ങളാണ് അവിടെ നടക്കുന്നത്? എപ്പോൾ അത് ആരംഭിക്കും? സതീഷ്, എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു അവലോകന യോഗം ചേർന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പക്ഷിപ്പനി സ്ഥിരീകരിച്ച ആ പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഇപ്പോൾ ആ പക്ഷികളെ കൊന്നൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നു മുതൽ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ആയൂർ പഞ്ചായത്തിലെ പെരുങ്ങുഴി ജംഗ്ഷനിലുള്ള ഈ ഒരു ഫാമിലാണ് ഇത്തരത്തിൽ പക്ഷിപ്പനി ആദ്യം സ്ഥിരീകരിച്ചത്. അതിന് ചുറ്റളവിലുള്ള മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ താറാവുകളൊക്കെ തന്നെ കൂട്ടത്തോടെ ചത്ത ഈ ഒരു ഫാം 15-ാം വാർഡിലും ഈ പെരുങ്ങുഴി പഞ്ചായത്തിലെ, പ്രത്യേകിച്ച് ആഴൂർ പഞ്ചായത്തിൽ
പഞ്ചായത്തിലെ പെഴിങ്കുഴി സ്ഥലത്തെ 15-ാം വാർഡിലും 17, 16, 7, 4, 12, 18 എന്നീ വാർഡുകളിലൊക്കെ ഉള്ള കോഴി, താറാവ് എന്നീ ഉള്ള വളർത്തുമൃഗങ്ങളെയൊക്കെ തന്നെ ഇപ്പോൾ കൊന്നൊടുക്കാൻ തന്നെയാണ് തീരുമാനം. ഇതിന്റെ നടപടിക്രമങ്ങൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ആരംഭിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മുട്ട, ഇറച്ചി എന്നിവ ഒക്കെ തന്നെ തീയിട്ട് നശിപ്പിക്കാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും മറ്റു മേഖലയിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു ജാഗ്രതാ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ഈ ഒരു പഞ്ചായത്തിന്റെ, ആഴൂർ പഞ്ചായത്തിന്റെ 9 കിലോമീറ്റർ ചുറ്റളവിലുള്ള മേഖലയിൽ നിയന്ത്രണങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പരിധിയിൽ ഉൾപ്പെടുന്ന കിഴക്കുവലം, കടക്കാവൂർ, കീഴാറ്റിങ്ങൽ, ചിറയിൻകീഴ്, മംഗലപുരം, അതോടൊപ്പം തന്നെ ആണ്ടൂർ കോണം, പോത്തൻകോട് ഗ്രാമപഞ്ചായത്തുകൾക്കൊപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെട്ട കഴക്കൂട്ടം അടക്കമുള്ള മേഖലയിലെ ആറ്റിൻകുഴി പ്രദേശം തുടങ്ങിയ മേഖലയിലൊക്കെ തന്നെ കോഴി, ഇറച്ചി, താറാവ് എന്നിവയുടെ വിൽപ്പനയും ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട്. എന്തായാലും കർശന നടപടിക്ക് തന്നെയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിൽ എല്ലാ ഇറച്ചി വിൽപ്പനയും ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം അത് കർശനമായി പാലിക്കുകയും വേണം. ഇന്ന് ആ കോഴികളെയും താറാവുകളെയും ഒക്കെ തന്നെ കൊന്നൊടുക്കുന്ന നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് ചെന്നെത്തിയിരിക്കുകയാണ്. സജിത്. അതാണ് തിരുവനന്തപുരത്തിന്റെ ഒരു ചിത്രം. എന്തായാലും നന്ദൻ തുടരുക. പ്രഭാത കേരളത്തിൽ ഇനിയും തിരുവനന്തപുരത്തെ ചില വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങി വരേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കോഴിക്കോട് പ്രധാന വാർത്ത. കോഴിക്കോട് ഒരു നിർണായകമായ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഇന്നലെ നടന്നു. അതായത് സമസ്ത മുജാഹിദ് വിഭാഗങ്ങളെ വെല്ലുവിളിക്കാൻ പാണക്കാട് കുടുംബത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള പുതിയൊരു നീക്കത്തിന് തുടക്കമിടുന്നു. ഒരുപക്ഷെ പുതിയ ഒരു രാഷ്ട്രീയ നീക്കത്തിന് തന്നെ അത് തുടക്കമാകുമോ എന്ന പ്രധാനപ്പെട്ട പ്രത്യേകതകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നതാണ് പ്രത്യേകത. അശ്വിൻ ചേരുന്നുണ്ട്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. അശ്വിൻ, കോഴിക്കോട് വിശേഷങ്ങൾ. കലാമാമാങ്കം തിരിയിറങ്ങിയതിനു ശേഷം പതിവ് രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് കോഴിക്കോടങ്ങ് വഴി മാറുകയാണെന്ന് തോന്നുന്നു. എന്താണ് ഇന്നലെ നടന്ന സമ്മേളനം? ഇതിൽ പുതിയ നീക്കങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് വ്യക്തമാക്കാം. സജിത്ത്, രഞ്ജിനി, ഗുഡ് മോർണിംഗ്. ഇപ്പം നടക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ സുന്നി മുജാഹിദ് തർക്കം, മുൻപൊക്കെ വളരെ സജീവമായിരുന്ന തർക്കമാണ്. ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഇങ്ങനെ സമ്മേളനങ്ങൾ വിളിച്ചും അതിന് മറുപടി പറഞ്ഞും ഒക്കെ തന്നെ ഇവർ തമ്മിലുള്ള ഈ ആശയവ്യത്യാസങ്ങൾ നേരത്തെ വലിയ രൂപത്തിൽ ഈ പ്രത്യേകിച്ച് മലബാർ മേഖലയിലൊക്കെ തന്നെ ചർച്ചയാവാറുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ കുറെ കാലമായിട്ട് അത് പിൻവാങ്ങി നിൽക്കുകയായിരുന്നു. അത് വീണ്ടും തുടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് വെച്ച് നടന്ന മുജാഹിദ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി മാത്രമാണ് സമസ്ത ഇന്നലെ കോഴിക്കോട് കടപ്പുറത്ത് ഒരു സമ്മേളനം വിളിച്ചു ചേർത്ത്. സമസ്തയുടെ ആദർശ സമ്മേളനം. ആ സമ്മേളനം അത് അവരുടെ ഒരു കരുത്തുകാട്ടൽ തന്നെയായിരുന്നു. ഒരാഴ്ച കൊണ്ട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിലേക്ക് ഈ ആയിരക്കണക്കിന് ആളുകളെ എത്തിക്കാൻ കഴിഞ്ഞു. അത് വളരെ സംഘടിതമായി നടത്താൻ കഴിഞ്ഞു എന്നൊക്കെയുള്ള ഒരു കാര്യത്തിൽ അവർ അഭിമാനം കൊള്ളുന്നു. മാത്രമല്ല ഈ അതിൽ സംസാരിച്ച പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മുജാഹിദ് പ്രസ്ഥാനവുമായും അതിന്റെ നേതൃത്വവുമായും ഒക്കെ ബന്ധപ്പെട്ട ഈ വിവാദങ്ങളിൽ അതിന് സമസ്തയുടെ നിലപാട് പറയുകയോ അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയോ ഒക്കെ തന്നെയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ ദിവസം ഈ മുജാഹിദ് സമ്മേളനത്തിൽ നിന്ന് പാണക്കാട് കുടുംബം മാറി നിന്നിരുന്നു. അത് സമസ്തയുടെ വിലക്കിനെ തുടർന്നാണെന്ന് ഒക്കെയുള്ള ഈ പ്രചാരണങ്ങളെ തുടർന്ന് മുജാഹിദ് നേതൃത്വം ഈ സമസ്തയ്ക്കെതിരെ എത്തിയിരുന്നു. ആ കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് സമസ്ത ദുർവാശിക്കാരുടെയും ദുശാഠ്യക്കാരുടെയും ഒരു പുരോഹിത സഭയാണ് എന്നൊക്കെയുള്ള രൂപത്തിലായിരുന്നു. അതിനൊക്കെ ഈ പറഞ്ഞ വാർത്താക്കുറിപ്പ് വായിച്ച് അതിന് മറുപടി പറയുകയായിരുന്നു സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇന്നലെ. അക്കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് പാണക്കാട് കുടുംബം അവർ യഥാർത്ഥ സുന്നികളാണ്. അത് അവർ ഒരു കാരണവശാലും മുൻപെങ്ങും മുജാഹിദുകളുടെ 10 സമ്മേളനം കഴിഞ്ഞു. ഈ 10 സമ്മേളനത്തിൽ എവിടെയും ഈ പാണക്കാട്ട് നിന്നുള്ള ആരും പാണക്കാട്ടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും പങ്കെടുക്കാറില്ല. അതുകൊണ്ട് അവർ മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുക്കാത്തതിന് സമസ്തയുടെ മേലെ കുതിര കയറിയിട്ട് കാര്യമില്ല എന്ന് വളരെ ശക്തമായ ഒരു താക്കീത് തന്നെയായിരുന്നു സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇന്നലെ നൽകിയത്. അത് മാത്രമല്ല ഈ പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ തന്നെ ഇന്നലെ വേദിയിൽ എത്തിച്ചുകൊണ്ട് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് മറുപടി പറഞ്ഞത്. എല്ലാ കാലത്തും അവർ പാണക്കാട് കുടുംബം സമസ്തയുടെ കൂടി നേതൃത്വമാണ്. സമസ്തയുടെ പരിപാടികളിലൊക്കെ അവർ പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഈ മുജാഹിദ് സമ്മേളനത്തിൽ ഈ പാണക്കാട് കുടുംബത്തെ വിലക്കി എന്നുള്ള ഈ പ്രസ്താവനയുടെയൊക്കെ പിന്നാലെ അതിനുശേഷം അവർക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ ഒരു മറുപടി കൊടുക്കുവാൻ വേണ്ടി ഈ പാണക്കാട് കുടുംബത്തെ കൂടി വേദിയിൽ മറുപടി നൽകി.
തീർച്ചയായും അശ്വിൻ വെല്ലത്താണ് അവിടുന്ന് വാർത്തയുടെ അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ സങ്കീർണമായ മുസ്ലിം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കോഴിക്കോട് നടക്കുന്നത്. എന്തായാലും അതിന്റെ തുടർച്ച വരും ദിവസങ്ങളിൽ ഉണ്ടാകും. സ്വാഭാവികമായും അത്തരം വാർത്തകൾ നമുക്ക് തീർച്ചയായും സംസ്ഥയുടെ പ്രസിഡന്റ് ടി.ടി. മുത്തിക്കോയ രൂക്ഷ വിമർശനമാണ് ആ വിഷയത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. പരിപാടി വിജയിക്കണമെങ്കിൽ സംഘടനയിൽ ആളുണ്ടാകണം, മാന്യമായി പ്രവർത്തനം നടത്തണം എന്നൊക്കെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ ആ വിവാദം ചർച്ചയാകും. കൂടുതൽ പ്രതികരണങ്ങളടക്കം ലീഗിന്റെയും സംസ്ഥയുടെയും എല്ലാം ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മൾ പോകുന്നത് മറ്റൊരു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട ബഫർ സോൺ മേഖലയിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സങ്കീർണ സാഹചര്യങ്ങളുണ്ട്. നമുക്കറിയാം, അതിൽ പരാതി നൽകാനുള്ള സമയപരിധി അവസാനിച്ചു. അതിൽ ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയായ ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസ് എം തന്നെ വലിയ വിയോജിപ്പുകൾ അറിയിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ പ്രധാനമായിട്ടും പരാതി ഉയർന്നു മറ്റൊരു പ്രശ്നം, ഇതിന്റെ ഫീൽഡ് സർവേ വൈകുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ അവശേഷിക്കുന്നു. സംസ്ഥാനത്തെ കർഷകരെ അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം ജനവിഭാഗങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് അതിനെ ആ ഗൗരവത്തോടെ സർക്കാർ കൈകാര്യം ചെയ്യുന്നില്ല എന്ന പരാതി രൂക്ഷമാണ്. എന്തായാലും നമുക്ക് ആ റിപ്പോർട്ട് കണ്ട ശേഷം മടങ്ങി. കേരള റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയോൺമെന്റ് സെന്റർ തയ്യാറാക്കിയ അസറ്റ് മാപ്പർ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് ഫീൽഡ് തല പരിശോധന. ജനുവരി 7-നകം ഫീൽഡ് സർവേ പൂർത്തീകരിച്ച് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യണമെന്നാണ് നിർദ്ദേശമെങ്കിലും ചക്കിട്ടപ്പാറ പഞ്ചായത്ത് മാത്രമാണിത് പാലിച്ചത്. ഫീൽഡ് സർവേ പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടാൻ ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണൻ ചെയർമാനായ വിദഗ്ധ സമിതി അനുമതി നൽകിയിട്ടുണ്ട്. ഫീൽഡ് സർവേ പൂർത്തിയായ ചക്കിട്ടപ്പാറയിൽ 2931 നിർമ്മിതികൾ ബഫർ സോണിനകത്തു വരും. കൂരാച്ചുണ്ടിൽ സർവേ തുടരുകയാണ്. മരുതോങ്കരയിൽ ഇതുവരെയും ഫീൽഡ് സർവേ ആരംഭിച്ചിട്ട് പോലുമില്ല. ഏത് ഭൂപടത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫീൽഡ് സർവേ നടത്തേണ്ടതെന്ന കാര്യത്തിൽ പല പഞ്ചായത്തുകൾക്കും ആശയക്കുഴപ്പമുണ്ട്. മലബാർ വന്യജീവി സങ്കേതത്തിനു ചുറ്റും ചക്കിട്ടപ്പാറയും കൂരാച്ചുണ്ടും ഉൾപ്പെടെ 7 പഞ്ചായത്തുകളാണുള്ളത്. പരാതിപ്പെടാനുള്ള സമയപരിധി ഇനിയും നീട്ടി നൽകേണ്ടതില്ലെന്നാണ് സർക്കാർ നിലപാട്. സംസ്ഥാന വ്യാപകമായി 35,000 പരാതികളാണ് തീർപ്പാകേണ്ടത്. പരിസ്ഥിതി സചേതന മേഖലയുമായി ബന്ധപ്പെട്ട കേസ് ബുധനാഴ്ച സുപ്രീം കോടതി പരിഗണിക്കും. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. എന്തായാലും വിനേഷിന്റെ റിപ്പോർട്ടാണ് നമ്മൾ കോഴിക്കോട് നിന്ന് കണ്ടത്. നമുക്ക് കോഴിക്കോട് നിന്ന് ചുരം കയറി ഒന്ന് വയനാട്ടിൽ പോകാമല്ലേ? കഴിഞ്ഞ ദിവസത്തെ ആനപ്രശ്നം അവിടെ ഇപ്പോഴും സങ്കീർണമായി തുടരുകയാണ്. പ്രത്യേകിച്ചും ഈ PM2വിനെ പിടികൂടാൻ പോയ ദൌത്യ സംഘത്തിന് വലിയൊരു പ്രതിസന്ധിയായി മാറുന്ന അവിടെ PM2വിനൊപ്പം മറ്റൊരു കൊമ്പനും പിടിയാനയും കൂടെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ന്യൂസ് 18 വളരെ കരുതലിലാണ് ഈ വിഷയം വാർത്ത കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇന്നലെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു ആനയെ മയക്കുപിടി വെക്കുമെന്ന്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ഈ PM2 സഞ്ചരിക്കുന്ന മേഖല ചതുപ്പ് നിലങ്ങളിലൂടെയാണ് ഇത് സഞ്ചരിക്കുന്നത്. സ്വാഭാവികമായ ദൌത്യ സംഘത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. എന്തായാലും 150ഓളം വരുന്ന ടീം അംഗങ്ങൾ അവിടെ ഉണ്ട് ഈ ആനയെ പിടികൂടാൻ വേണ്ടിയിട്ട് ഒരുക്കിയാണ്. ഇതിൽ സങ്കീർണമായ ഒരു സാഹചര്യം കൂടി ഉള്ളത്. യഥാർത്ഥത്തിൽ ഈ വയനാട്ടിലെ ആനയെ പിടിച്ചതിന് ശേഷം ഈ സംഘത്തിന് മറ്റൊരു ദൗത്യമുണ്ട്. അതെ, പാലക്കാട് വന്ന് ധോനിയിൽ അവിടെ ഒരു കാട്ടാനയെ പിടിക്കുക എന്ന വലിയ ശ്രമകരമായ ഒരു ദൗത്യമുണ്ട്. അതുകൊണ്ട് ഈ PM2വിനേക്കാളും പ്രശ്നക്കാരനാണ് PT7. ഈ PM2വിനെ കൂട്ടിലാക്കിയിട്ട് വേണം നമുക്ക് PT7നെ പിടിക്കാൻ വേണ്ടി പാലക്കാട്ടേക്ക് എത്താൻ വേണ്ടി. അപ്പൊ ഞങ്ങള് പ്രഭാത കേരളം പ്രേക്ഷകരെ ഇനി കൊണ്ടുപോകുന്ന ഈ വാർത്തയിലേക്കാണ്. അതായത് വയനാട്ടിലും പാലക്കാടിലും ഞങ്ങൾ റിപ്പോർട്ടർമാർ സജ്ജമാണ്. വയനാട്ടിൽ രതീഷ് ഉണ്ട്, പാലക്കാട് പ്രസാദ് ഉണ്ട്. ആദ്യം രതീഷിലേക്ക്. രതീഷ്, ഗുഡ് മോർണിംഗ്. വയനാടൻ മലനിരകളിലെ ആ ഒരു തണുത്ത അന്തരീക്ഷത്തിലെ ചൂട് പിടിപ്പിക്കുന്ന വാർത്തകളാണ് പൊതുവിൽ ഉണ്ടാവുന്നത്. ഈ ആനയെ മയക്കുപിടി വെച്ച് പിടിക്കുക എന്ന ശ്രമകരമായ ദൗത്യത്തിലേക്ക് ഈ ദൗത്യസംഘം എത്ര കണ്ട് അടുത്തു കഴിഞ്ഞു? ഇന്നലെ തുടരുന്ന ആശയക്കുഴപ്പം തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? എന്താണ് അതിന്റെ ഒരു ചിത്രം? ഗുഡ് മോർണിംഗ് സജിത്ത്. എന്തായാലും ഇന്നും ചൂട് പിടിച്ച ഈ തണുപ്പത്തും ചൂട് പിടിച്ച തെരച്ചിലാണ് വനംവകുപ്പും ദൗത്യസംഘവും. അല്പസമയങ്ങൾക്കുള്ളിൽ ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ഈ കുങ്കിയാനകൾ ഉപയോഗിച്ചാണ് ഇന്നലെയും തിരച്ചിൽ നടത്തിയത്. ആനയെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ ആനയോടൊപ്പം മറ്റൊരു കൊമ്പനാനയും ഒരു പിടിയാനയും ഉണ്ട് സഞ്ചരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മയക്കുപിടി വയ്ക്കൽ അത്ര സുഖമല്ല. മറ്റൊന്ന് ചതുപ്പ് പ്രദേശങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഉള്ള ഈ മഴയാനയുടെ PM2വിന്റെ സഞ്ചാരം. അത് സ്വാഭാവികമായിട്ടും ഈ ചതുപ്പ് പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ മയക്കുപിടി വെച്ച് കഴിഞ്ഞാൽ അതിനെ വളരെ പെട്ടെന്ന് തന്നെ വണ്ടിയിലേക്ക് മാറ്റുന്നതിനോ പന്തിയിലെത്തിക്കുന്നതിനോ സാധിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യവും സ്ഥലവും ഒത്തുവന്നാൽ മാത്രമേ മയക്കുപിടി വയ്ക്കാൻ കഴിയുള്ളൂ എന്നുള്ള വലിയൊരു പ്രശ്നം ദൗത്യസംഘത്തിന് മുന്നിലുണ്ട്. എന്തായാലും വനംവകുപ്പിന്റെ നിരീക്ഷണ പരിധിയിൽ തന്നെയാണ് ഇപ്പോഴും PM2 ഉള്ളത്. പക്ഷേ കൂടെ മറ്റൊരു 2 കാട്ടാനകൾ കൂടി ഉള്ളതുകൊണ്ട് മയക്കുപിടി വയ്ക്കൽ വളരെ ആദ്യം വിചാരിച്ചതുപോലെ അത്ര എളുപ്പമല്ല. പക്ഷേ ഒരു തുറന്ന സ്ഥലത്ത് ചതുപ്പില്ലാത്ത ഭാഗത്ത് ആനയെ എത്തിയാൽ
ഈ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ദൗത്യസംഘത്തിനുള്ളത്. അല്പസമയങ്ങൾക്കുള്ളിൽ അവർ വീണ്ടും ഈ ദൗത്യസംഘം കാട് കയറും. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉൾവനത്തിലാണ് ഇപ്പോൾ ഈ നിൽക്കുന്ന ഭാഗത്ത് നിന്ന്, ഇപ്പൊ കുങ്കിയാനകളെയൊക്കെ തളച്ചിരിക്കുന്നതിന്റെ ഭാഗത്ത് നിന്ന് 1 കിലോമീറ്റർ ഉള്ളിൽ വനഭാഗത്താണ് ഇപ്പോൾ ഈ PM2 ഉള്ളതെന്നാണ് സൂചനകൾ അതിന്റെ മാപ്പിംഗ് അനുസരിച്ച് മനസ്സിലാക്കുന്നത്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ ഈ കുങ്കിയാനകൾ ഉൾപ്പെടെ ഇപ്പോൾ തെരച്ചിലിന് കാട് കയറും. എന്തായാലും ഇന്ന് മയക്കുവെടി വെച്ച് പിടിക്കാൻ കഴിയുമെന്ന നല്ല വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും വനംവകുപ്പ് അധികൃതരും ഒക്കെ ഉള്ളത്. എന്തായാലും ഇന്ന് പിടിക്കാൻ കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം. കാരണം വലിയ ഭീതി ഇപ്പോൾ ബത്തേരിയിൽ നിലനിൽക്കുന്നു. കാരണം ഈ PM2 2 ആളുകളെ കൊന്ന ആനയാണെന്നുള്ളതും വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ വീണ്ടും ഇത് വനാതിർത്തികളിലേക്ക് വരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയും നഗരാതിർത്തിയിൽ എത്തിയെന്നതും വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഏത് വിധേനയും മയക്കുവെടി വെച്ച് പിടികൂടുകയും പന്തിയിലെത്തിക്കുകയും എന്ന ഒരു അജണ്ട വെച്ച് തന്നെയാണ് ഈ ദൗത്യസംഘം ഇപ്പോൾ തെരച്ചിൽ ആരംഭിക്കുന്നത്. അല്പസമയങ്ങൾക്കുള്ളിൽ ദൗത്യസംഘം തെരച്ചിലിനായി കാട് കയറുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സജിത്. തീർച്ചയായും രതീഷാണ് അവിടെ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസം സൈത്ത് നമ്മൾ വയനാട് സൗത്ത് DFOയുടെ പ്രതികരണം കണ്ടതാണ്. ഈ ആനയെ പിടിക്കാമെന്ന് നമുക്കും അറിയാം, അത് അത്ര എളുപ്പമായ ദൗത്യമല്ല. പ്രത്യേകിച്ചും ഇത് കുറച്ച് ടെററായ ഒരു ആന കൂടിയുണ്ട്. അതുകൊണ്ട് ദൗത്യം വളരെ ദുഷ്കരമാണ് എന്നാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ DFO പറഞ്ഞു വെച്ചത്. എന്തായാലും പിടിക്കുമെന്ന ഉറപ്പാണ് വനംവകുപ്പ് തരുന്നത്. കാരണം ആ പ്രദേശത്താകെ നഗരത്തിലടക്കം ബത്തേരി നഗരത്തിലേക്ക് അടക്കം ആന കടക്കാൻ ശ്രമിച്ചതും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് പ്രദേശവാസികൾക്കടക്കം വലിയ ബുദ്ധിമുട്ടാണ്. അതായത് ഈ വനംവകുപ്പിന്റെ നടപടി അടക്കം വിമർശന വിധേയമായി. ഇന്നലെ ബത്തേരി നഗരസഭാ ചെയർമാന്റെ പ്രതികരണം മറ്റും നമ്മൾ കണ്ടു. കാരണം ഇന്നലെ തന്നെ വെടിവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വനംവകുപ്പിന്റെ ഗുരുതര വീഴ്ച എന്ന ആരോപണമൊക്കെ ഉന്നയിക്കപ്പെട്ടിരുന്നു. രതീഷ് തുടരുന്നുണ്ട്. രതീഷ്, ഈ നമുക്കറിയാം അവിടുത്തെ ഒരു പ്രാദേശികമായി ഉണ്ടാകുന്ന വലിയ വികാരം നമുക്കറിയാം. അത് എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഇന്നലെ രതീഷ് തന്നെയാണ് ഈ സുൽത്താൻ ബത്തേരി നഗരസഭാ പ്രതിനിധികളുടെ ഒരു പ്രതികരണമൊക്കെ എത്തിച്ചത്. എന്താണ് അവരുടെ ഒരു സാഹചര്യം? അവിടെ പ്രാദേശികമായി വലിയ പ്രതിഷേധങ്ങളൊക്കെ ആ തരത്തിൽ ഉണ്ടാകുന്നുണ്ടോ? അതോ വനവകുപ്പിനൊപ്പമുണ്ടോ പ്രദേശവാസികൾ? തീർച്ചയായിട്ടും വലിയ തരത്തിൽ ആശങ്കയുണ്ട്. കാരണം അവർക്ക് വലിയ പ്രതിഷേധമുണ്ട്. കാരണം 2 ദിവസം മുമ്പ് തന്നെ ഇത്തരത്തിൽ ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടാൻ പറ്റാവുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ സാങ്കേതികമായി വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് വൈകി. അതുകൊണ്ട് തന്നെ ആനയെ പിടികൂടാനുള്ള ശ്രമങ്ങളും വൈകി എന്നുള്ള വലിയ ആക്ഷേപം നഗരസഭാ അധികൃതർക്കുണ്ട്. അതുപോലെ തന്നെ MLA ഉൾപ്പെടെയുള്ള ആളുകൾക്കുണ്ട്. അവർ വലിയ ശക്തമായ പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു. അവസാനം വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസ് ഉപരോധിച്ച ശേഷമാണ് ഉത്തരവ് വന്നത് എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ബത്തേരി MLA IC ബാലകൃഷ്ണൻ വൈൽഡ് ലൈഫ് വാർഡനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിരുത്തരവാദപരമായ പ്രശ്നമാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപം ഉന്നയിച്ചിരുന്നു. പരാതി നൽകിയിട്ടുണ്ട് അദ്ദേഹം. വലിയ പ്രതിഷേധം ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. കാരണം ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്ന് ഈ കീഴ്ഘടകങ്ങളിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. അത് ശരിവെക്കുന്ന വിധമായിരുന്നു കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള വൈകൽ ഇപ്പോൾ ഒരുപക്ഷെ മയക്കുവെടി വെച്ച് ഇനി പിടികൂടാൻ ദിവസങ്ങൾ വൈകിയാൽ അല്ലെങ്കിൽ സമയം കൂടിയാൽ അതിന് ഉത്തരവാദി ഇത്തരം ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരാന്നുള്ള ആക്ഷേപം പൊതുവെ ജനപ്രതിനിധികളിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം IC ബാലകൃഷ്ണൻ MLA പരാതി നൽകിയത്. അതുപോലെ തന്നെ നഗരസഭ ചെയർമാൻ ഉൾപ്പെടെ TK രമേശ് ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. എന്തായാലും നിലവിൽ മയക്കുവെടി വയ്ക്കാനുള്ള ഉത്തരവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മറ്റ് നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ എന്നാലും ഇതിലൊരു അസ്വാരസ്യം ഉണ്ടായിട്ടുണ്ട്. മന്ത്രി തന്നെ ഇന്നലെ കുപ്പാടി ഫോറസ്റ്റ് സ്റ്റേഷൻ സന്ദർശിച്ചപ്പോൾ പറഞ്ഞിരുന്നു കല്ലുകടി ഉണ്ടായിട്ടുണ്ട്, അത് സംബന്ധിച്ച് പരിശോധന നടത്തും എന്നൊക്കെ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അത്തരമൊരു ആശങ്കയും ഒരു സ്വരക്കേടും സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്തായാലും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത്. എന്നാലും ആദ്യഘട്ടത്തിൽ തന്നെ ഒരു പ്രശ്നമുണ്ടായി. അതായത് വേണ്ട രീതിയിലുള്ള ഒരു സജീവമായ ഇടപെടൽ ഉണ്ടായില്ല എന്ന് ഉള്ള ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കാണുന്ന ഈ ലോറിയിലുള്ള ഈ പന്തിയിലേക്ക് ആയിരിക്കാം ഈ PM2വിനെ മയക്കുവെടി വെച്ച് പിടികൂടിയാൽ കയറ്റേണ്ടത്. ഇതാണ് വനഭാഗത്തേക്ക് എത്തേണ്ടത്. അപ്പം അത്തരം ഒരു വനഭാഗത്തേക്ക് ഈ ലോറി എത്തണം. ഈ ലോറി എത്തി ഈ ലോറിയിലാണ് മയക്കുവെടി വെച്ച PM2വിനെ കുങ്കിയാനകളുടെ സഹായത്തോടെ കയറ്റേണ്ടത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യവും സ്ഥലവുമാണ് ഇപ്പോൾ വനംവകുപ്പ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്.
എന്തായാലും അത് വളരെ വൈകാതെ നടക്കുമെന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പും മറ്റു തെരച്ചിൽ സംഘങ്ങളും ഒക്കെ ഉള്ളത്. എന്തായാലും പ്രതിഷേധങ്ങൾക്കിടയിലും വനംവകുപ്പ് കീഴ്ഘടകങ്ങളിലുള്ള വനംവകുപ്പ് വളരെ കാര്യക്ഷമമായി തെരച്ചിൽ നടത്തുന്നു, മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. പ്രതിഷേധങ്ങൾക്കിടയിലും സജീവമായ തെരച്ചിലും മറ്റു കാര്യങ്ങളും വനംവകുപ്പിന്റെ എന്തായാലും ഇന്ന് നമുക്ക് ആ ദൗത്യം പൂർത്തിയാക്കാൻ വനംവകുപ്പിന് കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം, അല്ലെ രഞ്ജിനി? തീർച്ചയായും നമുക്ക് ഈ PM2 അവിടെ നിർത്തിയിട്ട് നമുക്ക് പാലക്കാട്ട് പോയി PT7 കാര്യം എന്തായെന്നൊന്ന് അന്വേഷിക്കാം. പ്രസാദാണ് അവിടെ നിന്നും ചേരുന്നത്. ഈ PT7 ധോണി മേഖലയിലൊക്കെ വലിയ ആശങ്ക വിതച്ചിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പ്രദേശവാസികളടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. മലമ്പുഴ MLA അടക്കം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ നമ്മൾ കണ്ടതാണ്. കൃത്യമായ ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നിരാഹാര സമരത്തിലേക്ക് അടക്കം പോകുന്നതാണ് കഴിഞ്ഞ ദിവസം മലമ്പുഴ MLA അടക്കം വ്യക്തമാക്കിയതല്ലേ? പ്രസാദ് ഉണ്ട്. പ്രസാദ്, ഗുഡ് മോർണിംഗ് പ്രസാദ്. എന്തായാലും ഈ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നു എന്ന, കാടിറങ്ങുന്ന വന്യത എന്ന വലിയ പുതിയ കാലത്തെ വളരെ പ്രസക്തിയേറുന്ന ഒരു വിഷയത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. വയനാട് നിന്നും പാലക്കാടേക്ക് വരുമ്പോൾ, പാലക്കാട് നമുക്കറിയാം ദിവസങ്ങളായി ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. എന്നാണ് നിലവിലെ അവസ്ഥ? ഈ വയനാട് നിന്നുള്ള ദൗത്യ സംഘം, അരുൺ സക്രിയും മറ്റും ഉൾപ്പെടുന്ന സംഘം തിരിച്ചെത്തിയതിനു ശേഷം മാത്രമേ പാലക്കാട്ടെ ഈ ആനയെ പിടിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. എന്താണ് അവസ്ഥ? സജിത്, രഞ്ജിനി, ഗുഡ് മോർണിംഗ്. നേരത്തെ ഈ PT7 പിടികൂടാനുള്ള എല്ലാ നടപടികളുമായി അധികൃതർ മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിലാണ് വയനാട് ഈ ആന ഇറങ്ങുകയും വലിയ പ്രതിഷേധം ആ പ്രദേശത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കേണ്ട ഡോക്ടർ അരുൺ സക്കറി ഉൾപ്പെടെയുള്ളവർ വയനാട്ടിലാണ്. അവർ വന്നതിന് ശേഷം മാത്രമേ ഇവിടെ ഇനി ഇത് പിടികൂടുന്നതിനുള്ള മറ്റു നടപടികളിലേക്ക്, അത് മയക്കുവെടി വെക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. എന്നാൽ അതിനു മുൻപായി ഇവർക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ആനയെ നിരന്തരം നിരീക്ഷിക്കണം. ഇത് ഉൾക്കാട്ടിലേക്ക് ഇനി കയറാൻ പാടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഉൾക്കാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ വെച്ച് മയക്കുവെടി വെക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങരുത് എന്ന മറ്റൊരു ദൗത്യം കൂടി ഈ പ്രത്യേക സംഘത്തിനുണ്ട്. ഈ കാര്യങ്ങൾ ഇപ്പോൾ 2 കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് വനംവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൂടിന്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. 2-3 ദിവസത്തിനകം തന്നെ ഈ കൂട് നിർമ്മാണം പൂർത്തിയാകും എന്നതാണ് അധികൃതർ പറയുന്നത്. കൂട് നിർമ്മാണം കഴിഞ്ഞാൽ അതിന്റെ ഫലപരിശോധന നടത്തണം. പിന്നീട് ആണ് ഈ കുങ്കിയാനയെ മയക്കുവെടി വെക്കുക. അതോടൊപ്പം ഇത് ചെരിവുള്ള പ്രദേശങ്ങളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും തന്നെ മയക്കുവെടി വെക്കാൻ പാടില്ല. ഇത് നിരന്തരമായി നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. എന്തായാലും ആന, PT7 എന്ന കാട്ടാന എല്ലാ ദിവസവും ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ പറയുന്നത്. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന അവിടുത്തെ ജനവാസ മേഖലയിലെല്ലാം തന്നെ നിരന്തരം ഈ കാട്ടാന ഇറങ്ങുന്നുണ്ട്. വയനാട്ടിലെ ആനയ്ക്ക് മുമ്പ്, അതിന് മുമ്പ് തന്നെ ഇവിടെ പ്രതിഷേധം ഉയർന്നതാണ്. പക്ഷേ ചില നടപടികൾ, ആദ്യം മയക്കുവെടി വെച്ച് പിടികൂടി വയനാട്ടിലേക്ക് കൊണ്ടുപോകാനായിരുന്നു തീരുമാനം. പക്ഷേ അത് പിന്നീട് ഇത്രയും ദൂരം പാലക്കാട് നിന്നും മുത്തങ്ങയിലേക്ക് ഈ വാഹനത്തിൽ കൊണ്ടുപോകുന്നത് വലിയ ദുഷ്കരമാണ് എന്നുള്ളത് കൊണ്ടാണ് പിന്നീട് ധോണിയിൽ തന്നെ കൂട് സ്ഥാപിച്ച് അവിടെ അതിനെ മെരിക്കാനുള്ള നടപടികളിലേക്ക് കടന്നത്. അതിനിടയിലാണ് ഇപ്പോൾ വയനാട് ഈ ആനയെ പിടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും PT7 ഇവിടെ പിടികൂടാനുള്ള നടപടികൾ ഉണ്ടാകുക. അതാണ് പാലക്കാട് ചിത്രം. എന്തായാലും ഈ പാലക്കാടും വയനാട്ടിലുമായി നടക്കുന്ന ദൗത്യം അത് വിജയിക്കട്ടെ, ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കപ്പെടട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം, ആശിക്കാം. എന്തായാലും അത്തരം നടപടിക്രമങ്ങൾ ഇന്നും അവിടെ നടക്കും. എന്താണ് ഇനി നമ്മൾ പോകുന്നത്? നമ്മളൊരു മനോഹര ദൃശ്യത്തിലേക്കാണ് പോകുന്നത്. നെയ്യാർ ഡാമിന്റെ മനോഹര ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. അതായത് ഈ ബഫർ സോൺ ആശങ്ക, പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട ആശങ്കയാണ്. സ്വാഭാവികമായും പശ്ചിമഘട്ടത്തിന്റെ മനോഹാരിത എത്രമാത്രമുണ്ട് എന്ന ഒരു പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ച ഉണ്ടാവും. ആ കാഴ്ച നമുക്ക് പങ്കുവയ്ക്കുന്നവരാണെന്ന് നമ്മുടെ ക്യാമറമാൻ ബിബിൻ മുരളി, തിരുവനന്തപുരത്തെ ക്യാമറമാൻ ബിബിൻ മുരളി പകർത്തിയ നെയ്യാർ ഡാമിൽ നിന്നുള്ള പശ്ചിമഘട്ട പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മനോഹര കാഴ്ചകൾ കണ്ട ശേഷം മടങ്ങി.
അപ്പോൾ ഇനി എങ്ങോട്ടും നെയ്യാർഡാമിന്റെ മനോഹര ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്കൊരു ഇടവേള അനിവാര്യമാണ്. മറ്റ് നിരവധി വാർത്തകളുണ്ട്, കാര്യവട്ടത്തെ വാർത്തയുണ്ട്, അങ്ങനെ നിരവധി വാർത്തകൾ നമുക്ക് ഇനിയും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ട്. പ്രഭാതകേരളത്തിലൊരു ഇടവേളയാണ്, അതിനുശേഷം മടങ്ങിയെത്താം. പ്രഭാത കേരളം തുടരുകയാണല്ലോ. നമ്മളിപ്പോൾ ഉള്ളത് നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ കവടിയാറിൽ തന്നെയാണ്. നഗരം ഇങ്ങനെ സജീവമായി കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ ബസ്സുകൾ പോകുന്നുണ്ട്, കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. കച്ചവടക്കാർ പല രീതിയിലും പലയിടങ്ങളിലും സജീവമാകുന്നുണ്ട്. മോർണിംഗ് വാക്ക് ഇപ്പോഴും ആളുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ ഡാനി ഇപ്പോൾ ഉണ്ട്. ഡാനി, ഗുഡ് മോർണിംഗ്. വേറെ നിർണായകമായ രാഷ്ട്രീയ വാർത്തകൾ, മറ്റ് സംഭവവികാസങ്ങൾക്കൊക്കെ മധ്യ കേരളത്തിന്റെ കേന്ദ്രമായ കൊച്ചിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നു പ്രേക്ഷകർ. ഡാനി, ഗുഡ് മോർണിംഗ് ഒരിക്കൽ കൂടി. എന്തായാലും സിനഡ് അവിടെ പുരോഗമിക്കുകയാണ്. ഈ സിറോ മലബാർ സഭയിലെ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സിനഡ് ഏറെ നിർണായകമാണ്. ഒപ്പം ഹൈക്കോടതിയും പ്രധാനപ്പെട്ട ചില വാർത്തകൾ പരിഗണിക്കുന്നു എന്നറിയുന്നു. ആദ്യം ഈ സിനഡുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക്. ഡാനി, ഈ എന്താണ് സിനഡ് ആരംഭിച്ചു കഴിഞ്ഞു? ഈ കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകളും നീക്കങ്ങളും ഒക്കെ ഈ സിനഡിൽ നടക്കുന്നു എന്നറിയുന്നു. ഇന്ന് എന്തെങ്കിലും നടപടിക്രമങ്ങൾ ആ തരത്തിലുണ്ടോ? എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? രഞ്ജിനി, സജിത്ത്, രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. ഏതായാലും ഇന്ന് വാർത്തകളുടെ കഴിഞ്ഞ ദിവസങ്ങളുടെ ഒരു ഒഴിവിന് ശേഷം വാർത്തകളുടെ വീണ്ടും തിരക്കിലേക്ക് പൊതുവിൽ മാറുന്നു. സജിത്ത് സൂചിപ്പിച്ചതുപോലെ സിനഡ് പുരോഗമിക്കുന്നു എന്നതാണ്. കാരണം കഴിഞ്ഞ കുറച്ചു നാളുകളായി സിനഡ് അല്ലെങ്കിൽ സിറോ മലബാർ സഭ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ നിരവധിയായി കൊച്ചിയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിൽ സിറോ മലബാർ സഭയുടെ കുർബാന ക്രമം ഏകീകരണം സംബന്ധിച്ചാണ് പ്രധാനമായും തന്നെ തർക്കം തുടരുന്നത്. അത് ക്രിസ്മസ് തലേന്ന് വലിയൊരു ബഹളത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. ഇന്ന് സിനഡ് നിർണായകം തന്നെയാണ്. കാരണം ഈ 14 വരെ നീണ്ടു നിൽക്കുന്ന സിനഡിൽ ഇന്നു മുതൽ ചർച്ചകൾ ആരംഭിക്കുകയാണ്. ഇത്രയും ദിവസം പ്രാർത്ഥന, ധ്യാനം എന്ന രീതിയിലെല്ലാം തന്നെ കാര്യങ്ങൾ പോയിരുന്നു. സിറോ മലബാർ സഭയുടെ ആഗോളതലത്തിലുള്ള 56ഓളം ബിഷപ്പുമാർ പങ്കെടുക്കുന്നുണ്ട്. ഇന്നു മുതൽ കുർബാന ക്രമം അത് ഏകീകരിക്കുമ്പോൾ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇത് സംബന്ധിച്ച് ചർച്ച തുടർന്നു. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ് ഇത് സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ വിഷയങ്ങൾ ഇതുവരെയും വലിയ രീതിയിലേക്ക് സിനഡിൽ ചർച്ച ചെയ്തിരുന്നില്ല. ഇത്തവണ പ്രതിഷേധം വളരെ കനക്കുന്നു. പലരും തന്നെ ഇവർക്ക് വിമതപക്ഷം എന്ന് പറയുന്ന വൈദികർക്കും വിശ്വാസികൾക്കും പിന്തുണ നൽകുന്നു. ഒരു കൂട്ടം ബിഷപ്പുമാർ തന്നെ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു, കത്തെഴുതുന്നു. ഇതെല്ലാം തന്നെ നടക്കുന്ന സാഹചര്യത്തിൽ ഇക്കുറി അത് ചർച്ച ചെയ്യുമെന്ന് കർദിനാൾ തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യമാണ് സവിശേഷമായിട്ടുള്ളത്. പ്രതിഷേധ പരിപാടികളിൽ നിന്ന് പിന്തിരിയണമെന്ന് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് വിമതപക്ഷത്തിൽ നിന്ന് മാറി നിന്നു. ഇക്കുറി ഇന്നു മുതൽ ചർച്ച ആരംഭിക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം, എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ നിർണായകമാണ്. അഡ്മിനിസ്ട്രേറ്ററെ മാറ്റണമെന്ന അടക്കമുള്ള ആവശ്യങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപത ഉന്നയിക്കുന്നുണ്ട്. ഇതിലെല്ലാം എന്ത് തീരുമാനങ്ങളുണ്ടാകും? ആരായിരിക്കും ഇതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക? സഭയ്ക്കകത്ത് സമാധാനം എങ്ങനെ ഉണ്ടാക്കാം? എപ്പോഴും സമാധാനത്തെക്കുറിച്ച് പറയുമ്പോൾ സഭയ്ക്കകത്ത് അതില്ല എന്ന് പരസ്യമാവുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് പരിഹരിക്കപ്പെടുക എന്നതാണ് എല്ലാവരും നോക്കി നിൽക്കുന്നത്. ഇതിനൊരു വിട്ടുവീഴ്ചയ്ക്ക് എന്ത് ഫോർമുലയാകും ഉരുത്തിരിയുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ചർച്ചകൾ ഉണ്ടാകും. അത് കൃത്യമായി നമുക്കതിൻ്റെ വിവരങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഒപ്പം ഹൈക്കോടതി സംബന്ധിയായും കൊച്ചിയിൽ നിന്ന് 2 വാർത്തകളുണ്ട്. ഒന്ന്, സീറോ മലബാർ സഭയിൽ സമാധാനം ഉണ്ടാവട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. ഇപ്പോൾ നമുക്ക് ഹൈക്കോടതിയിലും ചില വാർത്തകളുണ്ട്. ശബരിമല അരവണ കേസ് ഹൈക്കോടതിയിലുണ്ട്. ഒപ്പം തന്നെ മോഡലിന്റെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിലുണ്ട്. ഡാനി, ഈ 2 കേസുകൾ ഇന്ന് ഹൈക്കോടതിയിലുണ്ടല്ലോ. എന്താണ് നമ്മൾ കോടതിയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്? എങ്ങനെയാണ് കാര്യങ്ങൾ അവിടെ? ഇക്കാര്യത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അരവണയിൽ ഉപയോഗിക്കുന്ന ഏലയ്ക്ക അതിൽ കീടനാശിനി അടങ്ങിയിട്ടുണ്ട് എന്നത് ഗുരുതരമായൊരു റിപ്പോർട്ടാണ്. അതിൻ്റെ ഒരു അംശം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ലാബ് പരിശോധനയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരത്ത് ഒരു ലാബിൽ പരിശോധിച്ച ആ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിക്ക് മുൻപാകെ വരികയാണ്. ഒരു സ്വകാര്യ സ്ഥാപനം ഇത് സംബന്ധിച്ച ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ആ നിർദ്ദേശപ്രകാരമാണ് ഇത് പരിശോധിക്കുകയും ഇപ്പോൾ ആ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുന്നിലെത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണനിലവാരം എന്താണ്, അല്ലെങ്കിൽ അതിൽ കീടനാശിനി അടങ്ങിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതിക്ക് മുൻപാകെ വരികയും ഹൈക്കോടതി ഇത് സംബന്ധിച്ച് എന്ത് നിർദ്ദേശമാണ് നൽകുക എന്നതെല്ലാം തന്നെ വളരെ നിർണായകം തന്നെയാണ്. എന്തെങ്കിലും പരാമർശങ്ങൾ അതിലുണ്ടാകുമോ എന്നതും ശ്രദ്ധേയം തന്നെയാണ്. മറ്റൊന്ന്, കൊച്ചിയിലെ കൂട്ടബലാത്സംഗ കേസാണ്. നമുക്കറിയാം
വളരെ വിവാദങ്ങൾ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണ്. ഓടുന്ന കാറിൽ വെച്ച് 3 പേർ യുവതിയെ ബലാത്സംഗം ചെയ്തു എന്ന കേസ്. ഈ കേസിൽ അവർക്ക് ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്ത മോഡൽ രാജസ്ഥാൻ സ്വദേശിയായ ഡിംപിൾ ലാംബെ അവരെ ജാമ്യ ഹർജി സെഷൻസ് കോടതി തള്ളിയിരുന്നു. അവർ വീണ്ടും കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതിയാണ് ഇപ്പോൾ സമീപിച്ചിട്ടുള്ളത്. അവരുടെ ഹർജി കൂടി ഇതിൽ പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇന്ന് ഹൈക്കോടതിക്ക് മുൻപാകെ വരികയും ചെയ്തു. വളരെ പ്രമാദമായ ഒരു കേസായിരുന്നു. അതുകൊണ്ട് തന്നെ കോടതി അത് എന്താണ് പറയുന്നത്, ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിനെതിരെ എന്തെങ്കിലും ആക്ഷേപങ്ങൾ കോടതി പറയുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി കോടതിയിൽ നിന്ന് അറിയാനുള്ളത്. സജിത്ത്, രഞ്ജിനി. തീർച്ചയായും ഡാനി പോളാണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇനി നമ്മൾ പോകുന്നത് ആലപ്പുഴയിൽ. അതെ, ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത രാവിലെ പുറത്തു വരുന്നതാണ്. സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി വി വേണു IAS അദ്ദേഹത്തിന്റെ കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത. ശരണ്യ അവിടുന്ന് ചേരുന്നു. ശരണ്യ, എന്താണ് ഈ സംഭവം? എവിടെ വെച്ചാണ് ഈ അപകടമുണ്ടായത്? എന്താണ് വിശദാംശം? സജിത്ത്, ഇന്നലെ രാത്രി 12:00 കായംകുളം ഒറ്റക്കുളങ്ങര ദേശീയപാതയിൽ വെച്ച് അപകടമുണ്ടായത്. കൊച്ചി ബിനാലെ കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയ ആഭ്യന്തര സെക്രട്ടറി വേണു IAS അദ്ദേഹത്തിന്റെ കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറാണ് ലോറിയുമായി കൂട്ടിയിടിച്ചത്. ഈ അപകടത്തിൽ 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വേണുവും കുടുംബവും തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് വേണുവും കുടുംബത്തെയും പ്രവേശിപ്പിച്ചിട്ടുള്ളത്. തെങ്കാശിയിലേക്ക് അരിയുമായി പോയ ലോറിയാണ് കൂട്ടിയിടിച്ചത്. ഇവരെ വേണു, അദ്ദേഹത്തിന്റെ മകൻ ശബരി, ഒപ്പം തന്നെ ഭാര്യ ശാരദ, ഡ്രൈവർ അഭിലാഷ്, ബന്ധുക്കളായ പ്രണവ്, സൗരവ് എന്നിവരാണ് ഈ അപകടത്തിൽ ഇവർക്ക് പരിക്കേറ്റിട്ടുള്ളത്. ഇവരെല്ലാവരെയും തന്നെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും വാഹനത്തിൽ ഇന്നോവ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ലോറിയിലുള്ള ആളുകൾക്ക് പരിക്കേറ്റിട്ടില്ല. പക്ഷേ കാറിലുണ്ടായിരുന്ന ആളുകൾക്കാണ് അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. സജിത്ത്. ശരണ്യാണ് വിശദാംശങ്ങൾ പങ്കുവച്ചു. 7 പേരാണ് എന്തായാലും ആ വാഹനത്തിലുണ്ടായിരുന്ന 7 പേർക്കും പരിക്കേറ്റുന്നു. തിരുവല്ല ആശുപത്രിയിൽ നിലവിൽ അവർ ചികിത്സയിലാണ്. ആരോഗ്യനില തൃപ്തികരമാണ് എന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനം ശരണ്യ പങ്കുവച്ചത്, അല്ലേ? അതെ, എന്തായാലും നമ്മുടെ ഈ നഗരക്കാഴ്ചകൾ അത് കൂടുതൽ തിരക്ക്, നമ്മൾ വന്നപ്പോഴുള്ള ചിത്രമല്ല, വലിയ തിരക്കേറിയിരിക്കുന്നു. വാഹനങ്ങളുടെ എണ്ണം കൂടി. കഴിഞ്ഞ ദിവസം അവധി ദിവസമായിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ ഒരു വർക്കിംഗ് ഡേയിലേക്ക് എല്ലാവരും മാറുകയാണ്. എല്ലാവരും ജോലിക്ക് പോകാനായാലും സ്കൂളിൽ പോകാനുള്ള ആ തിരക്കുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതെ, അതായത് ഈ ഒരു പാതയുടെ പ്രത്യേകത നോക്കൂ, എത്ര വിശാലമായി. അതായത് സാധാരണ നമ്മുടെ പ്രധാന റോഡിലേക്കൊക്കെ ഇറക്കി കടകൾ, മറ്റ് കെട്ടിടങ്ങളൊക്കെ ഉണ്ടാവുന്ന പതിവുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. അത്ര വെൽ പ്ലാൻഡ് ആയിട്ട് വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തിയായ ആ പാത ഇപ്പോഴും അതേ രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് തന്നെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം. മറ്റൊരു കാര്യം, അത്രയും വൃത്തിയാണ് ഈ പാതകളെല്ലാം തന്നെ. വളരെ ക്ലീൻ ആയിട്ടാണ് നഗരസഭ ഇതെല്ലാം സംരക്ഷിച്ചു പോകുന്നത്. ഇനി നമ്മൾ പോകുന്നത് കാസർഗോഡേക്കാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ അഞ്ജുശ്രീയുടെ മരണം, അതിൽ കഴിഞ്ഞ ദിവസം ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഭക്ഷ്യവിഷബാധ ഏറ്റല്ല ആ കുട്ടി മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചിരുന്നു. എന്താണ് ഈ വിഷയത്തിൽ ഇന്ന് സംഭവിക്കാനുള്ളത്? ആ കാര്യങ്ങളെല്ലാം ബൈജു കാസർഗോഡ് നിന്നും പങ്കുവയ്ക്കും. ബൈജു, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബൈജു തന്നെയാണ് ഇന്നലെ ആ പ്രധാനപ്പെട്ട വാർത്ത, അതായത് കേരളം ചർച്ച ചെയ്യപ്പെട്ട വാർത്തയിൽ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു എന്നത്. അതിൽ പോലീസിന്റെ റിപ്പോർട്ടാണ് നിർണായകമാവുന്നത്. ഒപ്പം തന്നെ തിരുവനന്തപുരം ഒരു ലാബിൽ നിന്നുള്ള റിപ്പോർട്ട് അടക്കം ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു. എന്താണ് ഇന്ന് സംഭവിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചില ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ടല്ലോ. മരണകാരണം സംബന്ധിച്ച് വ്യക്തതയിലേക്ക് വരാൻ ഈ ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ പോലീസിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സജിത്ത്, രഞ്ജിനി, ഗുഡ് മോർണിംഗ്. ഈ അഞ്ജുശ്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത തുടരുന്നു എന്ന് വേണം ഇപ്പോൾ പറയാൻ. എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിലാണ് വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. അഞ്ജുശ്രീ മരിച്ചത് ഭക്ഷ്യ വിഷബാധ അല്ല എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. കരൾ, അതായത് വിഷാംശം അകത്ത് ചെന്ന് കരളിന്റെ പ്രവർത്തനം നിലച്ചതാണ് അഞ്ജുവിന്റെ മരണകാരണം. എന്നാൽ എങ്ങനെയാണ് ഈ വിഷാംശം അഞ്ജുവിന്റെ ശരീരത്തിൽ എത്തി എന്നത് സംബന്ധിച്ച ഒരു അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും രാസപരിശോധനാ ഫലം നിർണായകമാണ്. അതാണ് ഈ പോലീസ് കാത്തു നിൽക്കുന്നതും. അതിനുശേഷം മാത്രമേ ഒരു സ്ഥിരീകരണത്തിൽ പോലീസിന് എത്താൻ സാധിക്കൂ. ഏതെങ്കിലും തരത്തിൽ ബലമായി കൊടുത്തതാണോ മറ്റോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണവും പോലീസ് നടക്കുന്നുണ്ട്. എന്തായാലും ഈ അന്വേഷണ വേളയിൽ ഇപ്പോൾ പോലീസ് ഒന്നും വ്യക്തമാക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനം. ഡിസംബർ 31 അടുത്ത ബൈലിലെ ഹോട്ടലിൽ നിന്ന് ഓൺലൈനായി കുഴിമന്തി വാങ്ങി അഞ്ജുശ്രീയും അമ്മയും സഹോദരനും ഒരു ബന്ധുവും
ഇവർ ഇത് കഴിച്ചിരുന്നു. പിറ്റേന്നാണ് ഇവർക്ക് ഈ ഛർദിയും മറ്റും അനുഭവപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ ചെയ്തത്. ഇതിലേറ്റവും പ്രധാനം 5-ാം തീയതി നടത്തിയ രക്തപരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷാംശം ഉള്ളതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ 5-ന് ശേഷം എന്ത് സംഭവിച്ചു എന്നതാണ്. 7-ാം തീയതി പുലർച്ചെയാണ് അഞ്ജുശ്രീ മരിക്കുന്നത്, മംഗളൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിക്കുന്നത്. ഇത് സംബന്ധിച്ച അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഇന്ന് രാസപരിശോധനാ ഫലം ലഭിക്കുകയാണെങ്കിൽ പോലീസ് ഇതിനൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ സാധിക്കും. എന്തായാലും ആ തരത്തിലുള്ള ഒരു അന്വേഷണം പുരോഗമിക്കുകയാണ്. നിരവധി പേരുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല അഞ്ജുശ്രീയുടെ മൊബൈൽ ഫോൺ വിദഗ്ധ പരിശോധനയ്ക്കായി പോലീസ് എടുത്തിട്ടുണ്ട്. ആ പരിശോധനയും നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ശക്തമായ പരിശോധന നടക്കുന്നുണ്ട്. ഇതിലൊരു സ്ഥിരീകരണം, ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും വരാനുണ്ട്. എന്തായാലും ഭക്ഷ്യവിഷബാധയല്ലെന്ന ജില്ലാ പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കുന്നു. എന്നാൽ വിഷാംശം അകത്തു ചെന്നാണ് അഞ്ജുശ്രീയുടെ മരണം സംഭവിച്ചതെന്നും സ്ഥിരീകരണം മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. തീർച്ചയായും ബൈജുവാണ് അവിടുന്ന് വിശദാംശങ്ങൾ എന്തായാലും ഇതിന്റെ ഒരു ആശങ്ക ഭക്ഷ്യവിഷബാധയല്ല, പക്ഷേ വിഷാംശം ഉള്ളിൽ ചെന്നാണ് അഞ്ജുശ്രീ മരിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ രാസപരിശോധനാ ഫലം പുറത്തു വരാനുണ്ട്. ആ ഒരു ഫലം പുറത്തു വരുന്നതോടുകൂടി ഇതിൽ കൂടുതലൊരു വ്യക്തത നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലെ? എന്തായാലും നമ്മൾ കാസർഗോഡ് നിന്നും പോകുന്നത് എവിടേക്കാണ്? കണ്ണൂരേക്കാണ്. ഉത്തര മലബാർ. ഞാനൊരു മലബാറുകാരിയാണ്, കാസർഗോട്ടുകാരിയാണ്. അപ്പം അവിടെ തെയ്യക്കാലത്തിന് തുടക്കമായിരിക്കുകയാണ്. മലബാറുകാരെ സംബന്ധിച്ച് തെയ്യക്കാലം എന്ന് പറയുന്നത് വലിയൊരു ആവേശമാണ്. നമുക്ക് എന്തായാലും കണ്ണൂർ ബ്ലാത്തൂരുള്ള വേട്ടയ്ക്കൊരു മകൻ തെയ്യക്ഷേത്രത്തിലെ വിശേഷങ്ങൾ കാണാം, അല്ലെ? തീർച്ചയായും. വളരെ പണ്ടുള്ള ഒരു കഥയാണ്. ക്ഷേത്രം അധികാരികൾ ആയിരുന്ന ബ്രാഹ്മണ കുടുംബത്തിന് ക്ഷേത്രത്തിലെ നിത്യപൂജകൾ നടത്താൻ പോലും വകയില്ലാതെയായി. ഇല്ലം ക്ഷയിച്ചാലും ക്ഷേത്രം ക്ഷയിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ദേശത്തെ ചെമ്പകശ്ശേരി തറവാട്ടുകാർക്ക് ക്ഷേത്രത്തിൻ്റെ ചുമതല കൈമാറി. ബ്രാഹ്മണർ അല്ലാത്ത യാദവ സമുദായത്തിൽപ്പെട്ട ചെമ്പകശ്ശേരി തറവാട്ടുകാർ നിത്യപൂജകൾ മുടക്കം കൂടാതെ നടത്താൻ തയ്യാറായി. ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ തെയ്യം അടിയന്തരാണ് നടത്തുന്നത്. മറ്റുള്ള ക്ഷേത്രാചാരങ്ങളില്ല. അതുകൊണ്ടാണ് ഇവിടെ 2 അടിയന്തരമായിട്ട് നടക്കുന്നത്. അകത്തും പുറത്തും ഒരേ പ്രാധാന്യമാണ്. ശൈവവും വൈഷ്ണവമാണ്. ശൈവ ആചാരപ്രകാരമാണ് ഇവിടെ പൂജകൾ നടക്കുന്നത്. വർഷങ്ങൾ പിന്നീട് പലതും കഴിഞ്ഞു. ചെമ്പകശ്ശേരി തറവാട്ടുകാർക്കൊപ്പം നാട്ടിലെ 9 തറവാട്ടുകാരും ക്ഷേത്രം ചുമതലയിൽ ഭാഗവാക്കായി. നിത്യപൂജ ചെയ്യുന്നത് ബ്രാഹ്മണൻ ആണെങ്കിലും ക്ഷേത്രത്തിലെ കഴകവും മറ്റും ചെയ്യുന്നത് മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യാദവ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ ആണ്. നിത്യപൂജയുള്ള ക്ഷേത്രത്തിൽ തെയ്യം കെട്ടിയാടൽ തുടങ്ങിയത് എപ്പോഴാണ് എന്നൊന്നും ഈ തലമുറയിൽപ്പെട്ടവർക്ക് അറിയില്ല. കാലം മുതലാണ് തെയ്യവും പിന്നെ കെട്ടിയാടുന്നതെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ തെയ്യവും ബ്രാഹ്മണയും ഒരേ സമയം വരുന്നൊരു സ്ഥിതി വന്നിട്ടുള്ളത്. ഇവിടെ അതിൻ്റെ ശേഷം ഈ ചെമ്പശ്ശേരി തറവാട് കൂടാതെ 9 തറവാട്ടുകാർ അവരുടെയാണ് ഇതിൻ്റെ പിന്നെ ഒരാളെ സ്ഥാനത്ത് നിന്നിട്ട് ക്ഷേത്രം നടത്തിപ്പ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ആ തറവാട്ടുകാർ കൂടി ഒരു കമ്മിറ്റിയായിട്ടാണ് നടത്തി വരുന്നത്. വിശാലമായ വയൽപ്രദേശത്തോട് ചേർന്നാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുത്തപ്പൻ മടപ്പുരയിൽ നിന്നുള്ള കെട്ടുകാഴ്ച വരവും വെടിക്കെട്ടും കഴിഞ്ഞാണ് വേട്ടയ്ക്കൊരു മകൻ, ഊർപ്പഴശ്ശി എന്നീ തെയ്യങ്ങളുടെ പുറപ്പാട്. പുലർച്ചെ 4 മണിയോടെ തിരുമുറ്റത്തെത്തുന്ന തെയ്യങ്ങൾ വെയിലിന് കാഠിന്യമേറുന്നതിനു മുമ്പേ അരങ്ങൊഴിഞ്ഞിട്ടുണ്ടാകും. ഒട്ടേറെ ക്ഷേത്രങ്ങളും തെയ്യക്കാവുകളും കൊണ്ട് സമ്പന്നമായ ബ്ലാത്തൂർ ദേശത്തിന് കാവലായി വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം തലയുയർത്തി നിൽക്കുന്നു. ശ്രീനി ആലക്കോട്, ന്യൂസ് 18 കണ്ണൂർ. അങ്ങനെ തെയ്യക്കാലത്തിന് ഉത്തര മലബാർ തുടക്കമായി. ആ തെയ്യക്കാലത്തിന്റെ ആവേശത്തിലേക്ക് ഉത്തര മലബാർ കടന്നിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ സങ്കീർണമായ അല്ലെങ്കിൽ കൂടുതൽ വാർത്താസ്ഫോടനം ഉണ്ടാക്കുന്ന വിശേഷങ്ങൾ ഇനിയും വരാനുണ്ട്. നമുക്ക് പ്രഭാത കേരളത്തിൽ ഒരു ചെറിയ ഇടവേളയും കൂടി എടുത്ത ശേഷം മടങ്ങി. തീർച്ചയായും. അപ്പോൾ ഇനി നമ്മൾ
രഞ്ജിനിയുടെ നാട്ടിലേക്കാണ് പോകുന്നത്. തീർച്ചയായും കാസർഗോഡേക്ക്. കവി സച്ചിദാനന്ദൻ അവിടെ ഒരു ബീച്ചിൽ സന്ദർശിക്കാൻ എന്തിനാണെന്ന് ഒരു ശില്പം, സച്ചിദാനന്ദന്റെ ഒരു സമാഹാരത്തെ ആധാരമാക്കിയുള്ള ഒരു ശില്പം അവിടെ അനന്തകൃഷ്ണൻ എന്ന ഒരു കലാകാരൻ സ്വന്തം വീട്ടിന്റെ ചുമർ ചിത്രമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി സച്ചിദാനന്ദൻ നേരിട്ട് അങ്ങോട്ടേക്ക് എത്തുകയാണല്ലേ. ഇതെല്ലാം റിപ്പോർട്ട് കാണാം. തൃശൂരിലെ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പഠനകാലത്ത് മനസ്സിൽ ചേക്കേറിയ കവിതയ്ക്ക് ചുമർ ശില്പം ഒരുക്കുകയായിരുന്നു അനന്തകൃഷ്ണൻ. സിമന്റ് ഉപയോഗിച്ച് അക്രലിക് പെയിന്റിൽ മനോഹരമാക്കിയ ശില്പത്തിൽ കവിതയിലെ വരികൾ ഒരുപോലെ സമന്വയിക്കുന്നു. ഇങ്ങനൊരു ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളിപ്പോൾ വീട്ടിൻ്റെ മുന്നിലൊക്കെ ഒന്നെങ്കിൽ കാണുക വളരെ ഫിനിഷ്ഡ് ആയിട്ടുള്ള വളരെ രസകരമായിട്ട് ആർക്കും കാണുമ്പോൾ ഇഷ്ടം തോന്നുന്നൊക്കെ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിൽ വായിച്ചെടുക്കാനോ പെട്ടെന്ന് ചിന്തിക്കാനോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ ഒരു എക്സ്പ്രഷൻ്റെ അപ്ലൈയിങ് കൂടിയാണ്. കവിതയുടെ സൃഷ്ടാവും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ കവി സച്ചിദാനന്ദൻ ചുമർ ശില്പം കാണാൻ ചെമ്മനാട്ട് വീട്ടിലെത്തി. ഓർമ്മയിൽ കാടുള്ള മൃഗം എളുപ്പം മെരുങ്ങുകയില്ല. എൻ്റെ ഓർമ്മയിൽ കാടുകളുണ്ട്, എൻ്റെ ഓർമ്മയിൽ കാടുകളുണ്ട്. വളരെ നല്ലൊരു മാസ്റ്റർ പീസ് തന്നെയാണ് വാസ്തവത്തിൽ ഇത്. ആ കവിതയായിട്ട് ഒക്കെ ബന്ധമുണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷേ ആ കവിതയായിട്ട് ബന്ധപ്പെടുത്തിയില്ലെങ്കിൽ പോലും ഒരു ഒന്നാം തരം ചിത്രമാണത്. ഒരു മാസം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കവിതയുടെ ചുമർ ശില്പം ഒരുക്കിയത്. ന്യൂസ് 18 കാസർഗോഡ്. അപ്പോൾ നമ്മൾ കാസർഗോഡ് നിന്ന് പോകുന്നത് അന്താരാഷ്ട്ര വിശേഷങ്ങളിലേക്കാണ് അല്ലേ. തീർച്ചയായും സങ്കീർണമായ ലോക സാഹചര്യങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കേണ്ടതുണ്ട്. നമുക്ക് അന്താരാഷ്ട്ര വാർത്തകൾ പരിശോധിക്കാം. അതിലേക്ക് നമുക്ക് ഈ നൈജീരിയയിൽ തടവിലായ മലയാളികൾ ഉൾപ്പെടെയുള്ള നാവികരുടെ മോചനം ഇങ്ങനെ വൈകുകയാണ്. പ്രത്യേകിച്ചും ഈ കൊല്ലത്തെ വിസ്മയ കൊലക്കേസിലെ ആ വിസ്മയുടെ സഹോദരനടക്കം ഈ നാവിക സംഘത്തിൽ നൈജീരിയയിലുണ്ട്. അവരുടെ മോചനം വൈകുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അവിടെ ഉണ്ട്. ഒപ്പം തന്നെ അമേരിക്കയിലെ ക്യാപിറ്റോൾ ആക്രമണത്തിന് സമാനമായ ആക്രമണം ബ്രസീലിലും സംഭവിക്കുകയാണ്. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ നിരവധി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളേക്കാണ് നമ്മൾ പോകുന്നത്. MG മിഥുൻ ഉണ്ട്. മിഥുൻ, ഗുഡ് മോർണിംഗ് മിഥുൻ. എന്താണ് ഇന്ന് ലോക സാഹചര്യം? അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന പ്രധാന സംഭവവികാസങ്ങൾ എങ്ങനെയാണ്? എന്തൊക്കെ നമുക്ക് ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കേണ്ടതുണ്ട്? സജിത, രഞ്ജിനി, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെയാണ് അന്തർദേശീയ തലത്തിൽ നിന്ന് പങ്കുവയ്ക്കാറുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബ്രസീലിലെ സംഘർഷം തന്നെയാണ്. അതായത് 2 വർഷം മുൻപ് അമേരിക്കയിൽ ട്രംപ് അനുകൂലികൾ നടത്തിയ ക്യാപിറ്റോൾ ആക്രമണത്തിന് സമാനമായാണ് ബ്രസീലിലും മുൻ പ്രസിഡന്റിന്റെ അനുകൂലികൾ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ്. ബ്രസീൽ തലസ്ഥാനമായ ബ്രസീലിയയിലാണ് മുൻ പ്രസിഡന്റ് ബോൾസനാരോയുടെ അനുകൂലികൾ ആക്രമണം അഴിച്ചുവിട്ടത്. 3000-ലേറെ പേരടങ്ങുന്ന സംഘം ബ്രസീൽ പാർലമെന്റും ഒപ്പം തന്നെ സുപ്രീം കോടതിയും പ്രസിഡന്റിന്റെ കൊട്ടാരവും ആക്രമിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. നിലവിൽ ഇവിടങ്ങളിൽ പ്രതിഷേധക്കാർ തമ്പടിച്ചിരിക്കുകയാണ്. അടിയന്തര സാഹചര്യം നേരിടാൻ പ്രസിഡന്റ് ലുല ഡ സിൽവ സൈന്യത്തെ അടക്കം വിന്യസിച്ചിരിക്കുന്ന പശ്ചാത്തലം. അത്തരത്തിൽ വലിയ സംഘർഷാവസ്ഥയിലേക്ക് ബ്രസീലിൽ കാര്യങ്ങൾ പോകുന്നു. ജനാധിപത്യത്തിന് നേരെയുള്ള ഫാസിസ്റ്റ് ആക്രമണത്തെ അദ്ദേഹം അപലപിക്കുകയും ചെയ്തു. ബ്രസീലിൽ കഴിഞ്ഞ 8 ദിവസമായിട്ടേ ഉള്ളൂ ലുല ഡ സിൽവ അധികാരത്തിലേറിയത്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള അട്ടിമറി നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ രാജ്യം വിട്ട ബോൾസനാരോ നിലവിൽ അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ് ഉള്ളത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അദ്ദേഹം ഈ ഒരു അക്രമത്തെ അപലപിക്കുകയും ഒപ്പം തന്നെ തനിക്ക് ഈ ഒരു അക്രമവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം അദ്ദേഹം തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ബ്രസീലിൽ ദേശീയ പതാകയിലെ മഞ്ഞയും പച്ചയും നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചെത്തിയ ബോൾസനാരോ അനുകൂലികൾ തന്നെയാണ് തലസ്ഥാനമായ ബ്രസീലിയയിലും ഒപ്പം തന്നെ രാജ്യത്തെ പ്രധാന നഗരമായ സാവോപോളയിലും അടക്കം സംഘടിച്ചെത്തി ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിവരം തന്നെയാണ് അവിടെ നിന്നും പുറത്തു വരുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 30 നടന്ന 2ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ബോൾസനാരോയെ കഷ്ടിച്ച് പരാജയപ്പെടുത്തിയത് മുതൽ ലുലയെ അധികാരത്തിലേറ്റുന്നത് തടയാൻ സൈനിക ഇടപെടൽ ആവശ്യപ്പെട്ട ഹാർലൈൻ ബോൾസനാരോ അനുകൂലികൾ ബ്രസീലിലെ സൈനിക താവളങ്ങൾക്ക് പുറത്ത് പ്രതിഷേധിച്ചു വരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഒടുവിൽ ലുല അധികാരമേറ്റ് 8ാം ദിവസമാണ് ബ്രസീലിനെ ഞെട്ടിച്ച അതിക്രമത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുക്കാൻ ബ്രസീൽ സൈന്യത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഇന്റർവെൻഷൻ എന്നൊരു പതാകയും പ്രതിഷേധക്കാർ ബ്രസീൽ പാർലമെന്റ് മന്ദിരത്തിന് മുകളിൽ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. കലാപകാരികൾ വാതിലുകളും ജനലുകളും തകർത്ത് കോൺഗ്രസ് മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്നതും പിന്നീട് കൂട്ടത്തോടെ അകത്തേക്ക് ഇരച്ചു കയറി
സഭാംഗങ്ങളുടെ ഓഫീസുകൾ ആക്രമിക്കുന്നതും അടക്കമുള്ള ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാകുകയും ചെയ്തിട്ടുണ്ട്. അതിക്രമത്തിന് പിന്നാലെ അതീവ സുരക്ഷാ മേഖലകൾ വളഞ്ഞ് പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ച് അക്രമികളെ തുരത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത്തരത്തിലുള്ള സംഘർഷാവസ്ഥയുള്ള കാര്യങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ ബ്രസീലിനെ സംബന്ധിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ മലയാളി നായകരുടെ കഴിഞ്ഞ നവംബറിൽ ഇക്വറ്റോറിയൽ ഗിനിയിൽ നിന്ന് നൈജീരിയയിൽ എത്തിച്ച നാവികർ നിയമ നടപടി നേരിടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. 16ഓളം ഈ നാവികരാണ് അവിടെ ഈ നിലവിൽ ഈ ജയിലിൽ കഴിയുകയും ചെയ്യുന്നത്. അവരെ തിരിച്ചെത്തുന്ന, അതായത് ഈ നൈജീരിയയിലെ നാവികരെ കടൽ കൊള്ളക്കാരെന്ന് തെറ്റിദ്ധരിച്ച് മുന്നോട്ട് നീങ്ങിയതോടെയാണ് അന്ന് ആദ്യ നാവികർ ഇക്വറ്റോറിയൽ ഗിനിയുടെ തടവിലാകുന്നത്. ഭീമമായ പിഴയൊടുക്കി ഗിനിയിൽ നിന്ന് മോചനം സാധ്യമായെങ്കിലും നാവികരെ നൈജീരിയയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ സമുദ്രാതിർത്തിയിൽ ലംഘിച്ചു എന്നതിന് പുറമെ ക്രൂഡ് ഓയിൽ മോഷണക്കുറ്റം അടക്കം ചുമത്തിയാണ് നിലവിൽ നിയമ നടപടി അവിടെ തുടരുകയും ചെയ്യുന്നത്. നാവികരെ 2 സംഘങ്ങളായി തിരിച്ചാകും കോടതിയിൽ ഹാജരാക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫെബ്രുവരിയിൽ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നാവികരുടെ അറസ്റ്റ് മുഖ്യ വിഷയമാക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്നാണ് നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ നിയമ നടപടികളും അതിനനുസരിച്ച് നീളുമോ എന്ന ആശങ്കയുമുണ്ട്. രാജ്യാന്തര ശ്രദ്ധ നേടിയ വിഷയത്തിൽ കൂടുതൽ നയതന്ത്ര നീക്കങ്ങൾ നടത്തണമെന്ന ആവശ്യമാണ് ഇതിനോടകം ഉയരുകയും ചെയ്യുന്നത്. സജിത, എന്തായാലും നൈജീരിയ അടക്കമുള്ളിടത്തെ ലോക സാഹചര്യങ്ങളാണ് മിഥുൻ പറയുന്നത്. മിഥുൻ, എന്തായാലും നന്ദി. എന്തായാലും കൂടുതൽ ലോക സാഹചര്യങ്ങൾ പരിശോധിക്കുക, അതിലേക്ക് ഉറ്റുനോക്കുക, ജാഗ്രതയോടെ ഇരിക്കുക. നമ്മൾ പോകുന്നത് വീണ്ടും മറ്റൊരു ലോക സാഹചര്യം, ചൈന ജപ്പാൻ സംഘർഷത്തിലേക്കാണ്. ചൈന വീണ്ടും ജപ്പാനെ ഇങ്ങനെ പ്രകോപിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ 2 ഡ്രോണുകളാണ് ജപ്പാനിലേക്ക് വിട്ടത്. അത് എന്തായാലും തീരം തൊട്ടില്ല, അതിനു മുമ്പ് തന്നെ ജപ്പാൻ അത് തകർക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോയി വരാം അല്ലേ? അതെ. പ്രകോപനവുമായി പറന്ന ചൈനയുടെ ആളില്ലാ വിമാനങ്ങൾ ജപ്പാൻ വെടിവെച്ചിട്ടു. ചൈനീസ് ആയുധപ്പുരയിലെ കരുത്തേറിയവനെന്ന് വിശേഷിപ്പിക്കുന്ന ഗൂയിഷൌ WZ സോറിംഗ് ഡ്രാഗൺ ഡ്രോണുകളാണ് കിഴക്കൻ ചൈന കടലിന് മുകളിലൂടെ പറക്കുന്നതിനിടയിൽ ജപ്പാൻ വെടിവെച്ചിട്ടത്. ആദ്യമായാണ് ചൈനീസ് ഡ്രോണുകൾ തകർത്തതായി ജപ്പാൻ സ്ഥിരീകരിക്കുന്നത്. ഈസ്റ്റ് ചൈന കടലിൽ പറന്നുയർന്ന ഡ്രോണുകൾ മിയാക്കോ ഉൾക്കടലിന് സമീപമാണ് തകർത്തതെന്നും ജപ്പാൻ വ്യക്തമാക്കി. ചൈനീസ് ആയുധപ്പുരയിലെ വജ്രായുധമെന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് WZ-7 ഡ്രോണുകൾ. കഴിഞ്ഞ വർഷം ഷുഹായ് എയർ ഷോയിലാണ് ഉയരെ പറക്കുന്ന ഈ ഡ്രോണുകളെ ചൈന വെളിച്ചം കാണിച്ചത് തന്നെ. തദ്ദേശീയമായി നിർമ്മിച്ചവയാണിത്. വളരെ ഉയരത്തിൽ പൈലറ്റ് ഇല്ലാതെ പറന്നുയർന്ന ആക്രമണം നടത്താൻ ശേഷിയുള്ളതിനാൽ തന്നെ ചൈനയ്ക്ക് യുദ്ധമുന്നണികളിൽ ഏറെ ഗുണകരമാകും ഈ ഡ്രോണുകൾ. അതിർത്തി നിരീക്ഷണത്തിനും സമുദ്രത്തിലെ പട്രോളിംഗിനും കൂടി ഉപയോഗിക്കാവുന്ന വിധമാണ് ഇതിന്റെ രൂപകൽപ്പന. ഷുഹായ് എയർ ഷോയ്ക്ക് ശേഷം രഹസ്യമായി ഈ ഡ്രോണുകൾ ചൈന പരീക്ഷിച്ചിരുന്നു. ഒരിക്കൽ ചൈനീസ് എയർബേസിലെ നാവികാഭ്യാസത്തിലും അവതരിപ്പിച്ചു. ചൈനീസ് എയർഫോഴ്സിനും ചൈനീസ് നേവിക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്ന വിധമാണ് WZ-7 ഡ്രോണുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ടിബറ്റ് അതിർത്തിയിൽ പലവട്ടം ഈ ഡ്രോണുകൾ ചൈന ഉപയോഗിച്ചതായാണ് റിപ്പോർട്ട്. ഇത് ഇന്ത്യക്ക് കൂടി ഭീഷണിയാണ്. ഉത്തര കൊറിയൻ അതിർത്തിയിലുള്ള ഈഷുൻടൺ എയർബേസിൽ നിന്നും ഈ ഡ്രോണുകൾ പറന്നുയർന്നിട്ടുണ്ട്. ജനുവരി 1-നാണ് ജാപ്പനീസ് പ്രതിരോധ വകുപ്പ് WZ-7 ഡ്രോണുകളെ ആദ്യം സ്പോട്ട് ചെയ്തത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കിഴക്കൻ ചൈന കടലിന് മീതെ ഈ ഡ്രോൺ ഉണ്ടായിരുന്നതായും ജാപ്പനീസ് പ്രതിരോധ വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. മിയാക്കോ ഉൾക്കടലിന് മുകളിലൂടെ പറക്കുന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഒക്കിനാവ മിയാക്കോ ദ്വീപുകളെ വേർതിരിക്കുന്ന സമുദ്രഭാഗമാണ് ഇത്. ഇവിടെ നിന്ന് ഫിലിപ്പീൻ കടലിന് മുകളിലൂടെ ജപ്പാന്റെ തെക്കുള്ള സാക്കിഷിമ ദ്വീപുകളിലേക്കും തിരിച്ചും പറന്നതായും ജപ്പാൻ പറയുന്നു. പിന്നീട് ഒക്കിനാവയിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ജാപ്പനീസ് വൈമാനികർ ഡ്രോൺ വെടിവെച്ചിട്ടത്. ചൈനീസ് പോർ വിമാനമായ F-15Jയും ഇത്തരത്തിലുള്ള പറക്കലുകൾ നടത്തിയതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഒക്കിനാവയിലെ നാഹ എയർബേസിൽ നിന്നാണ് F-15Jയും പറന്നുയരുന്നതെന്നും അനുമാനിക്കുന്നുണ്ട്.
ഡ്രോൺ പ്രത്യക്ഷപ്പെട്ടതായി ജാപ്പനീസ് പ്രതിരോധ വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. ഈ ഡ്രോണും രാവിലെ മുതൽ വൈകിട്ട് വരെ കിഴക്കൻ ചൈന കടലിന്റെ മുകളിലുണ്ടായിരുന്നു. ജനുവരി 1 അതേ പാതയിൽ തന്നെയായിരുന്നു 2-ാം തീയതിയിലെയും പറക്കൽ. ഫിലിപ്പീൻ കടലിന് മുകളിലൂടെ ഒക്കിനാവയ്ക്ക് അടുത്തെത്തി. പിന്നീട് ജാപ്പനീസ് ദ്വീപുകൾക്ക് സമീപത്തേക്ക് പറന്നു. എന്നാൽ ജപ്പാന്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിന് എത്ര അടുത്തുവരെ എത്തിയെന്ന് വ്യക്തമാക്കിയിട്ടില്ല. സർഫസ് മിസൈൽ യൂണിറ്റ് സ്ഥാപിക്കുമെന്ന ജപ്പാന്റെ പ്രഖ്യാപനമാണ് ചൈനയുടെ ഇപ്പോഴത്തെ പ്രകോപനത്തിന് പിന്നിലെ കാരണമെന്നാണ് വിലയിരുത്തൽ. പൈലറ്റില്ലാ വിമാനങ്ങളുടെ രൂപകൽപ്പനയിലും നിർമ്മിതിയിലും അടുത്ത കാലത്ത് ചൈന കൈവരിച്ച മുന്നേറ്റം അയൽ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുകയും ലക്ഷ്യമാണ്. കിഴക്കൻ ചൈന കടലിനും ഫിലിപ്പീൻ കടലിനും ഇടയിലുള്ള കടലിടുക്കായതിനാൽ ചൈന അഭ്യാസം കാണിക്കുന്ന പ്രദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇതൊക്കെയാണ് അന്തർദേശീയ തലത്തിലെ പ്രധാന സംഭവ വികാസങ്ങളല്ലേ. ചൈന ജപ്പാൻ സംഘർഷം അതിന് മറ്റൊരു തലം കൂടിയുണ്ട് തോന്നുന്നു. കാരണം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി സംഘർഷം, അരുണാചൽ പ്രദേശിലെ അതിർത്തി മേഖലകളുടെ സംഘർഷമൊക്കെ നമുക്കറിയാം. നമ്മൾ അടുത്തിടെ കണ്ടതാണ്. അതെ അതെ, അത്തരത്തിൽ സംഘർഷം ഇന്ത്യയുമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ജപ്പാനുമായും ചൈന മറ്റൊരു തരത്തിലുള്ള സംഘർഷവുമായി പോകുന്നത്. ഒരുപക്ഷെ വലിയ യുദ്ധങ്ങളിലേക്ക് പോലും നയിച്ചേക്കുമോ എന്ന ആശങ്കയാണ് പൊതുവിൽ അന്താരാഷ്ട്ര തലത്തിൽ വാർത്തകളെയൊക്കെ വിശകലനം ചെയ്യുന്നവർ പങ്കുവയ്ക്കുന്ന ഒരു പൊതുവായ കാര്യം. അപ്പം നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത്? ഇനി നമ്മൾ നമ്മുടെ മെയിൻ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. അവിടെ പത്രവിശേഷങ്ങളുമായി രഞ്ജിത്ത് രാമേന്ദ്രൻ തയ്യാറായിരിക്കുകയാണ്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ഇന്ന് ഞങ്ങൾ പറഞ്ഞു വരികയായിരുന്നു ഇന്നത്തെ ദിവസത്തിന്റെ ഒരു തുടക്കം. പൊതുവിൽ ശാന്തമായി തുടങ്ങിയ ദിവസം, പക്ഷേ അത് വലിയ വാർത്തകളിലേക്ക് വഴിമാറുന്നു എന്ന സൂചന തുടക്കം തന്നെയുണ്ട്. എന്തായാലും ദിനപത്രങ്ങൾ ഇന്നലത്തെ ഒരു ദിവസത്തിന്റെ ആകെ ചിത്രം പങ്കുവച്ചിട്ടുണ്ടാവും. എന്തായിരിക്കും പത്രവാർത്തകളുടെ ഒരു ചിത്രം, എന്തായിരിക്കും വിശദാംശങ്ങൾ? രഞ്ജിത്ത്, എന്തായാലും അതിലേക്ക് നമുക്ക് കടക്കാം അല്ലേ? തീർച്ചയായും. ഗുഡ് മോർണിംഗ് സജിത്ത്, ഒപ്പം രഞ്ജിനി, രണ്ടുപേരും കവടിയാറാണുള്ളത്. കവടിയാറിൻ്റെ ആ രാജവീതിയിലൂടെയുള്ള മോർണിംഗ് ഷോ അത് വളരെ പ്രധാനപ്പെട്ടതെന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പത്രങ്ങളിൽ വാർത്തകൾ കൊട്ടും കുറവില്ല, ഒരുപാട് വാർത്തകളുണ്ട്. വാർത്തകളാൽ സമ്പുഷ്ടമാണ്, നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ഓരോ പത്രങ്ങളും. മുഖ്യധാര പത്രങ്ങളടക്കം ഏതാണ്ട് 5ഓളം പത്രങ്ങളിലെ സമഗ്ര വിശേഷങ്ങളുമായി പത്രം 18 ആരംഭിക്കുകയാണ്. പത്രം 18 ആദ്യം പോകുന്നത് മാതൃഭൂമി പത്രത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഉത്തരേന്ത്യക്ക് വിറയ്ക്കുന്നു എന്നുള്ളതാണ്. കാരണം ഉത്തരേന്ത്യയിൽ വലിയ ശൈത്യമാണ്. 88ഓളം തീവണ്ടികൾ റദ്ദാക്കി. ഡൽഹി ഉൾപ്പെടെ ഉത്തരേന്ത്യയിൽ അതിശൈത്യവും മൂടൽമഞ്ഞും അതിരൂക്ഷമാണ്. വ്യോമ തീവണ്ടി ഗതാഗതങ്ങളെ ഇത് ബാധിച്ചൊരു പശ്ചാത്തലം കൂടിയുണ്ട്. 1.9 ഡിഗ്രിയാണ് ഡൽഹിയിലെ താപനില. അതായത് ഹിമാചൽ പ്രദേശിനേക്കാൾ താപനില ഡൽഹിയിൽ കൂടുതലാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ഭക്ഷ്യസുരക്ഷ നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളെ വലിയ റെയ്ഡുകൾ നടക്കുന്നുണ്ട് സംസ്ഥാനത്തുടനീളം. പക്ഷേ അവിടെ ഈ സാമ്പിളുകൾ എടുക്കുന്നതിൽ ഒളിച്ചുകളി എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. അതായത് ഈ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ മാത്രം ഉണരുന്ന ഒരു വകുപ്പായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മാറുന്നു. അവിടെ പോലും കാര്യക്ഷമമായി അവരുടെ സംവിധാനങ്ങൾ, പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല. ചിക്കനും അനുബന്ധ ഭക്ഷ്യവസ്തുക്കളുടെയും സാമ്പിൾ ശേഖരിക്കാതെയാണ് ഇവർ ഈ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് പ്രഹസനമാകുന്നു എന്നുള്ള വാർത്ത വളരെ പ്രാധാന്യത്തോടെ മാതൃഭൂമി നൽകിയിരിക്കുന്നുണ്ട്. ഒപ്പം അവരുടെ എഡിറ്റോറിയൽ പേജിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നൽകിയിരിക്കുന്നത് നീതി വേണോ, കാത്തിരിപ്പ് തന്നെ ശരണം. അതായത് ഈ വിവിധ കോടതികളിൽ, സുപ്രീം കോടതിയിലടക്കം വിവിധ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം ഷൈൻ മോഹൻ എഡിറ്റോറിയൽ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുണ്ട്. അലഹബാദ് സുപ്രീം കോടതിയിലും ജഡ്ജിമാരുടെ ഒഴിവുകൾ അടക്കം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഈ വാർത്തയിൽ. രാജ്യത്ത് കേസുകൾ തീർപ്പാക്കാൻ എടുക്കുന്ന കാലതാമസം നീതിന്യായ മേഖല എന്നും ചർച്ചയാണ് എന്ന് പറഞ്ഞാണ് ഈ ആർട്ടിക്കിൾ ആരംഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഈ പേജിൽ മാതൃഭൂമി പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. മറ്റൊരു പ്രധാന വാർത്ത ഈ കേരള കൗമുദിയിലാണ്. അത് ഇന്നലെ റിസ്വാൻ രഞ്ജി ട്രോഫി, സന്തോഷ് ട്രോഫി മത്സരത്തിൽ കേരളത്തിന്റെ വിജയം ആഘോഷിച്ച റിസ്വാൻ അലി, ജേഴ്സി നമ്പർ 9. റിസ്വാന്റെ ആഘോഷത്തിന്റെ ആ ഒരു ആഹ്ലാദം നീണ്ടു നിന്നില്ല. കാരണം വീട്ടിൽ അച്ഛൻ്റെ മരണം സംഭവിച്ചു. VP മുഹമ്മദ് അലി ഈ റിസ്വാന്റെ വളർച്ചയ്ക്ക് എന്നും പ്രാധാന്യം നൽകിയ ഒരാളാണ്. അദ്ദേഹം മരിച്ചു. ആ വാർത്ത പ്രാധാന്യത്തോടെ കേരള കൗമുദി 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്,
കേരളത്തിൽ ബഹുജന അടിത്തറ വിപുലമാക്കാൻ BJP സംസ്ഥാന കോർ കമ്മിറ്റി ജാവദേക്കറുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP വലിയ തോതിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളടക്കം ജനങ്ങളിലേക്ക് എത്തിക്കാൻ BJP നേതൃത്വം ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രമിക്കും എന്നുള്ളതാണ് കേരളത്തിലെ പ്രധാന വാർത്തകളൊന്ന്. മറ്റൊന്ന്, ചൈനയിൽ നിന്നുള്ള വാർത്തയും കേരളം നൽകിയിട്ടുണ്ട്. അവിടെ ക്വാറന്റൈൻ ഒഴിവാക്കി അതിർത്തികൾ തുറന്നു. നമുക്കറിയാം, മെഡിക്കൽ വിദ്യാർത്ഥികളടക്കം അവിടെ പെട്ടുകിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2020 മാർച്ചിന് ശേഷം ആദ്യമായി ചൈനീസ് അതിർത്തികൾ അന്താരാഷ്ട്ര സഞ്ചാരികൾക്കായി പൂർണ്ണമായും തുറന്നുകൊടുത്തു എന്നുള്ളതാണ് കേരളകൗമുദിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. മലയാള മനോരമയിലേക്ക് വന്നാൽ, കാസർകോട്ടെ വിദ്യാർത്ഥിനിയുടെ മരണം ഭക്ഷ്യവിഷബാധയല്ല. ന്യൂസ് 18 ഇന്നലെ വളരെ പ്രാധാന്യത്തോടെ ഈ വാർത്ത നൽകിയിരുന്നു. ആദ്യം ഭക്ഷ്യവിഷബാധ എന്നായിരുന്നു വാർത്ത. അഞ്ജു ശ്രീ പാർവതി മരിച്ചത് ഭക്ഷ്യവിഷബാധയേറ്റല്ല, പക്ഷേ ശരീരത്തിൽ വിഷാംശമുണ്ട്. ഇത് കരളിനെ ബാധിച്ചതിനെ തുടർന്നാണ് മരണമെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു. മനോരമയുടെ മറ്റൊരു വാർത്ത, വിയ്യൂരിൽ തടവുകാരൻ മദ്യവും കഞ്ചാവും ബീഡിക്കെട്ടും കുഴിച്ചെടുത്ത വാർത്തയാണ്. പക്ഷേ ഈ വാർത്ത ജോജി സൈമൺ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പക്ഷേ ഇത് ഒതുക്കി എന്നുള്ളതാണ്. അതായത് സംഭവം ഒതുക്കി, ബീഡി പിടിച്ചത് മാത്രം റിപ്പോർട്ട് ചെയ്തു. മദ്യവും കഞ്ചാവും ഒക്കെ നമുക്കറിയാം ജയിലിൽ നിന്ന് കിട്ടുക എന്നുള്ളത് ഏറെ സങ്കീർണമായ ഒരു കാര്യമാണ്. പക്ഷേ അത് ആ കേസ് ഒതുക്കി എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട് മറ്റൊരു വാർത്ത. മറ്റൊന്ന്, ഹരിയാന കുരുക്ഷേത്രയിൽ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം നടക്കുന്ന കരസേന മുൻ മേധാവി ദീപക് കപൂറിന്റെ വലിയ ചിത്രം. ഒപ്പം ആ വാർത്തയും മലയാള മനോരമ ഉൾപേജിൽ 9-ാം പേജിൽ നൽകിയിട്ടുണ്ട്. അത് വളരെ പ്രാധാന്യത്തോടെ തന്നെ മനോരമ ഭാരത് ജോഡോ യാത്രയുടെ വലിയൊരു വിജയമായി ചിത്രീകരിച്ചുകൊണ്ട് ഈ വാർത്ത നൽകിയിരിക്കുന്നു. നമുക്കിനിയും ദ ഹിന്ദുവിലേക്ക് ഒന്ന് പോകണം. PMO റിവ്യൂസ് സിറ്റുവേഷൻ ഇൻ സിങ്കിങ് ജോഷിമത്ത് ടൗൺ. ജോഷിമത്തിന് സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അവിടെ വലിയ കെട്ടിടങ്ങൾക്ക് വിള്ളലുണ്ടാകുന്നു, കടകൾ തകരുന്നു, ജനങ്ങളുടെ ജീവൻ ദുസ്സഹമാകുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും ജനത്തിന് മനസ്സിലാകുന്നില്ല. ഇതിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ് വലിയ കൺസേൺ രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്വേഷണമടക്കം ഈ വിഷയത്തിൽ നടത്താനുള്ള തീരുമാനത്തിലാണ് പ്രധാനമന്ത്രി എന്നാണ് മനസ്സിലാകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി ദ ഹിന്ദു നൽകിയിട്ടുണ്ട്. ദ ഹിന്ദുവിൻ്റെ മറ്റൊരു കൗതുകമായ വാർത്ത, അഖിലേഷ് യാദവ് കഴിഞ്ഞ ദിവസം അതായത് ഉത്തർപ്രദേശ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ചെന്നപ്പോൾ അവിടെ ചായ അദ്ദേഹത്തിന് ഓഫർ ചെയ്തു. പക്ഷേ ചായ വേണ്ട, അതൊരു പക്ഷേ വിഷം കലർത്തിയേക്കാം എന്ന് പറഞ്ഞ് നാടകീയമായ ചില രംഗങ്ങൾ അഖിലേഷ് അവിടെ സൃഷ്ടിച്ചു എന്നുള്ളൊരു വാർത്ത പ്രാധാന്യത്തോടുകൂടി ദ ഹിന്ദു നൽകിയിട്ടുണ്ട്. അഖിലേഷ് ടേൺസ് ഡൗൺ ടീ ഓഫേർഡ് at UP പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഫിയറിംഗ് ഇറ്റ് കുഡ് ബി പോയിസൺഡ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. കൗതുകകരമായ ഒരു വാർത്തയാണത്. നമുക്കിനി ദ ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് പോകണം. അവിടെ 40% ഇന്ത്യയിലെ വെറ്റ്ലാൻഡ്സും 40% നഷ്ടപ്പെട്ടു കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എക്സ്ക്ലൂസീവ് വാർത്ത. അത് കേശവ് അഗർവാൾ തമിഴ്നാട്ടിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വാർത്ത ആണ്. അത് പിലിഭത്ത് ഇൻക്രീസിംഗ് റാപ്പിഡ് pace at which wetlands in the country are disappearing has set alarm bells ringing in conservation circles. നിരവധിയായ ശ്രമങ്ങൾ ഈ രംഗത്ത് നടത്തിയിട്ടും വെറ്റ്ലാൻഡുകൾ നഷ്ടപ്പെടുന്നു എന്നുള്ള വാർത്ത പ്രാധാന്യത്തോടുകൂടി ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിരിക്കുന്നു. ഇതടക്കം നിരവധിയായ വാർത്തകളുണ്ട്. സമയക്കുറവ് കാരണം ഈ വാർത്തകളിലേക്ക് തൽക്കാലം ചുരുക്കുകയാണ്. അവിടെ കവടിയാറിലെ രാജവീഥിയിൽ രഞ്ജിനിയും സജിത്തും കാത്തുനിൽക്കുന്നു. ബാക്ക് ടു ദം. തീർച്ചയായും പത്രത്തിന്റെ സമഗ്രമായ ഇന്നത്തെ പത്രങ്ങളുടെ സമഗ്രമായ റിപ്പോർട്ടാണ് രഞ്ജിത്ത് അവിടെ നിന്നും പങ്കുവച്ചത്. ഈ രഞ്ജിത്ത് സൂചിപ്പിച്ച 2 പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. ഉത്തരേന്ത്യയിലെ അതിശൈത്യവും ഹിമാചലിലെ ജോഷിമഠിൽ ഭൂമി ഇടിഞ്ഞു താഴ്ന്ന പ്രതിഭാസവും. ഇനി ആ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ദേശീയ വാർത്തകളിലേക്ക് സമഗ്രമായി കടക്കുകയാണ്. നാഷണൽ ഡെസ്കിൽ നിന്നും ER രാകേഷ് സജ്ജമാണ്. രാകേഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ 2 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോലും നമ്മുടെ താപനില എത്തിയ പല സംസ്ഥാനങ്ങളുമുണ്ട്. 4ലധികം സംസ്ഥാനങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നും കേൾക്കുന്നു. ഒപ്പം തന്നെ ജോഷിമഠിലുണ്ടാകുന്ന ഈ അസാധാരണമായ ഒരു പ്രതിഭാസം പ്രധാനമന്ത്രി അടക്കം നേരിട്ട് ഇടപെട്ട വിഷയം കൂടിയാണ്. എന്താണ് ദേശീയ തലത്തിൽ ഇന്ന് സംഭവിക്കുന്നത്? ദേശീയ വാർത്തകളുടെ ഒരു ചുരുക്കം എങ്ങനെയായിരുന്നു? സജിത്ത്, രഞ്ജിനി, ഗുഡ് മോർണിംഗ്. ദേശീയ വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ ജനജീവിതം ശൈത്യ തരംഗം കാരണം ജനജീവിതം ഉത്തരേന്ത്യയിൽ ദുസ്സഹമായിരിക്കുകയാണ്. ഒപ്പം തന്നെ ജോഷിമഠിലെ 9 വാർഡുകൾ അവിടെ ജീവിക്കാൻ കഴിയാത്ത സ്ഥലമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ വാർത്തകൾ.
ഉത്തരേന്ത്യയിൽ ശൈത്യ തരംഗം പിടിമുറുക്കുകയാണ്. ഏതാണ്ട് എല്ലാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും താപനില കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് താപനില കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ കുറഞ്ഞ താപനില 1.9 കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. അതായത് ഹിമാലയൻ താഴ്വരയോട് ചേർന്ന് കിടക്കുന്ന ഉത്തരാഖണ്ഡിലും ഹിമാചലിലും അടക്കം രേഖപ്പെടുന്നതിനേക്കാൾ കുറഞ്ഞ താപനില ഡൽഹിയിൽ രേഖപ്പെടുത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. 4 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ ശൈത്യതരംഗം പിടിമുറുക്കുന്ന കണക്കിലെടുത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് രാജസ്ഥാനിലും ബീഹാറിലുമാണ്. ഡൽഹിയിൽ മാത്രമല്ല ഹരിയാനയിലടക്കമുള്ള സംസ്ഥാനങ്ങളിലും സാഹചര്യം സമാനമാണ്. ഹരിയാനയിലെ ഹിസാറിൽ 1.4 ആണ് കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രവുമല്ല ദൃശ്യപരിധി വളരെ പലയിടത്തും കുറഞ്ഞിരിക്കുന്നു. അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ മുൻപിൽ പോകുന്ന വാഹനങ്ങൾ പോലും കാണാൻ കഴിയാത്ത സാഹചര്യം. അങ്ങനെ ജനജീവിതം വലിയ രീതിയിൽ ദുസ്സഹമായിരിക്കുന്നു. തീവണ്ടികൾ 88 തീവണ്ടികളാണ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ റദ്ദാക്കിയിരിക്കുന്നത്. 335 തീവണ്ടികൾ വൈകി ഓടുന്നു. ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് അടക്കമുള്ള തീവണ്ടികൾ ഈ കൂട്ടത്തിലുണ്ട്, വൈകി ഓടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ റെയിൽവേയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും ഈ സാഹചര്യം അടുത്ത ദിവസങ്ങളിലും തുടരും. ഏതാണ്ട് അടുത്ത 48 മണിക്കൂറിലും സമാനമായ സാഹചര്യം തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഡൽഹിയിൽ സ്കൂളുകൾ തുറക്കുന്നത് വീണ്ടും സംസ്ഥാന സർക്കാർ നീട്ടിയിട്ടുണ്ട്. 15-ാം തീയതി മാത്രമേ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കൂ എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇനി നേരത്തെ ചോദിച്ച പോലെ ജോഷിമഠിലേക്ക് വരികയാണെങ്കിൽ അവിടെ സ്ഥിതി ഗുരുതരമാണ്. ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ യോഗം ചേർന്നുകൊണ്ട് ജോഷിമഠിൽ ഉണ്ടായിരിക്കുന്ന ഭൂമി ഇടിഞ്ഞു താഴുന്ന പ്രതിഭാസം അത് വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നു. കേന്ദ്രം എല്ലാവിധ സഹായവും സംസ്ഥാന സർക്കാരിന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്ന് ഏതായാലും വിദഗ്ധ സംഘം ജോഷിമഠിൽ എത്തുകയാണ്. ബോർഡർ മാനേജ്മെന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എന്താണ് ജോഷിമഠിൽ സംഭവിച്ചിരിക്കുന്നത്, ജോഷിമഠിൽ ഭൂമി ഇടിഞ്ഞു താഴുന്നതിന് പ്രതിഭാസത്തിന് കാരണം എന്ത്, ഇത് കണ്ടെത്താനായി വിദഗ്ധ സംഘം ഇന്ന് ജോഷിമഠിൽ എത്തുകയാണ്. നിലവിൽ തന്നെ NDRFന്റെ സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അംഗങ്ങളും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇതിനോടകം തന്നെ 60 കുടുംബങ്ങളെയാണ് ജോഷിമഠിൽ നിന്ന് ആ പ്രദേശത്ത് നിന്ന് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇനിയും ഏറെ കുടുംബങ്ങൾ, ഏതാണ്ട് 90 കുടുംബങ്ങളോളം മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഈ ജോഷിമഠിലെ 9 വാർഡുകളെയാണ് ജീവിക്കാൻ കഴിയാത്ത പ്രദേശം എന്നിപ്പോൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദുരന്ത നിവാരണ ആക്ട് പ്രകാരം അവിടെ ജീവിക്കാൻ കഴിയാത്ത പ്രദേശമാണ് ഈ 9 വാർഡുകളെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 4500 കെട്ടിടങ്ങളാണ് ജോഷിമഠിലുള്ളതെങ്കിൽ അതിൽ 610 കെട്ടിടങ്ങൾക്കും ഇതിനോടൊപ്പം തന്നെ വിള്ളൽ വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുതരമാണ് ജോഷിമഠിലെ സാഹചര്യങ്ങൾ. ഈ സാഹചര്യങ്ങൾ തന്നെയായിരിക്കും ബോർഡർ മാനേജ്മെന്റ് സെക്രട്ടറി നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കുക. അവർ നൽകുന്ന റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇനി എന്തൊക്കെ നടപടികൾ, പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം എങ്ങനെ നടത്തും, ആളുകളെ എങ്ങനെ ഒക്കെ പുനരധിവസിപ്പിക്കും തുടങ്ങിയ കാര്യങ്ങളിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക. സജിത്, രഞ്ജിത്ത്. തീർച്ചയായും രാകേഷാണ് ദേശീയതലത്തിലെ വാർത്തകൾ പങ്കുവച്ചത്. ഈ ജോഷിമഠിലെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സജിത്ത്, വളരെ ഗുരുതര സാഹചര്യമാണ് ഇവിടെ. പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഹിമാലയത്തിലുണ്ടായ ഭൂകമ്പത്തിലുണ്ടായ ഈ മണ്ണും കല്ലുമൊക്കെ ഇടിഞ്ഞു വീണ് രൂപപ്പെട്ട ഒരു പ്രദേശമാണ്. അവിടെ ഒരു കാരണവശാലും നിർമ്മാണങ്ങളോ മറ്റ് പ്രവർത്തനങ്ങളോ ഒന്നും പാടില്ല എന്ന് കേന്ദ്ര സംഘം നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ സ്വാഭാവികമായും ഇതെല്ലാം കടലാസിൽ മാത്രം ഒതുങ്ങുകയും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്തു. വലിയ ചെറിയൊരു പട്ടണം തന്നെയായി മാറുകയും ചെയ്തു. അതിന്റെ ദുരന്തം ഇന്ന് അവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുകയാണ്. അതാണ് ദേശീയ വാർത്തകളുടെ ഒരു ചുരുക്കം. വിശദമായ ദേശീയ വാർത്തകളുടെ വിശകലനമാണ് രാകേഷ് പങ്കുവച്ചത്. രാകേഷ്, നന്ദി. നമ്മൾ മറ്റൊരു അപകട വാർത്തയിലേക്കാണ് പോകുന്നത്. നിലമ്പൂര് പാട്ടുത്സവം നഗരിയിൽ മരണക്കിണർ അപകടമാണ് ഉണ്ടായത്. ബൈക്ക് റൈസിംഗിനിടെ തെന്നി വീണ ബൈക്ക് റേസർക്ക് പരിക്കേറ്റു. കർണാടക സ്വദേശിയായ അബ്ദുൽ ഖാദറിനാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇയാളെ ആദ്യം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ പരിക്ക് ഗുരുതരമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ റൈസിംഗിനിടെ അദ്ദേഹം ഹെൽമെറ്റ് ധരിച്ചിരുന്നില്ല എന്നാണ്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അപകടത്തിന്റെ വ്യാപ്തി കൂടാനുള്ള സാഹചര്യം അവിടെ ഉണ്ടല്ലോ.
തീർച്ചയായും മലപ്പുറം നിലമ്പൂർ നടന്ന ഒരു ദാരുണ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഈ സാഹസിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവർ ഹെൽമറ്റ് നിർബന്ധമായും ധരിക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ മരണക്കിണറിലുള്ള ബൈക്ക് റേസിംഗിടെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്ന ഹെൽമറ്റ് ധരിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു അപകടത്തിന്റെ വ്യാപ്തി കൂടുന്ന സാഹചര്യത്തിലേക്ക് അടക്കം കാര്യങ്ങൾ മാറുകയാണ്. സഹിത, ഇതിൽ നിന്ന് നമ്മൾ ഇനി അടുത്തതായി പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ പോകുന്ന വാർത്ത എന്താണ്? നമ്മളിനി ഇടുക്കിയിലേക്കാണ് പോകുന്നത്. ഇടുക്കിയിലെ വളരെ കൗതുകരമായൊരു വാർത്ത, അതായത് അവിടെയുള്ള 2 പേർ ഒരു പുതിയ അവാർഡിന് അർഹരായി. അവാർഡ് മറ്റൊന്നിനുമല്ല, മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് മാതൃക കാട്ടി ലഭിച്ച അവാർഡാണ്. 40-ലധികം ഈ ഉപേക്ഷിക്കപ്പെട്ട വളർത്തുനായ്ക്കളെയും മറ്റു ഓമന മൃഗങ്ങളെയുമാണ് മൃഗസ്നേഹം, സാമൂഹ്യ നന്മ, ധാർമ്മികത എന്നിവയ്ക്കുള്ള പ്രവർത്തനത്തിനാണ് സേവ് ദി ആനിമൽസ് ടീമിന്റെ പ്രവർത്തകരും ഇടുക്കിയിലെ ഡോഗ് ക്യാച്ചേഴ്സുമായ കീർത്തിദാസിനും മഞ്ജു ഓമനയ്ക്കും അംഗീകാരം ലഭിച്ചത്. മിണ്ടാപ്രാണികളായ നായ്ക്കളെ ഉൾപ്പെടെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി മരുന്നും ഭക്ഷണവും നൽകിക്കൊണ്ടാണ് ഇവർ സംരക്ഷിക്കുന്നത്. കാരുണ്യവും നന്മയും നിറഞ്ഞ പ്രവർത്തനത്തിലുള്ള അംഗീകാരം മന്ത്രി ചിഞ്ചു റാണിയിൽ നിന്നും ഇവർ ഏറ്റുവാങ്ങി. 10 വർഷത്തോളമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഉപയോഗത്തിനു ശേഷം ഉപേക്ഷിക്കപ്പെട്ട ബ്രീഡ് നായ്ക്കളെയും വണ്ടിയിടിച്ചും മുറിവേറ്റും അല്ലാതെയും അലയുന്ന നായ്ക്കൾ, പൂച്ചകൾ എന്നിവയെയും സ്വന്തം റിസ്കിൽ സംരക്ഷിക്കുകയാണിവർ. ഈ തെരുവീന്ന് കൊണ്ട് കിട്ടിയിട്ട് കൊണ്ടുപോയി വളർത്തി പോണ വഴിക്കൊക്കെ കണ്ടിട്ട് എടുത്തുകൊണ്ട് വന്ന് ബസ്സിൽ ഒരു വാവലിനെ പോലും എടുത്തുകൊണ്ട് വന്ന് മൃഗാശുപത്രി കൊണ്ടുപോയി കൊടുത്ത് ചികിത്സിച്ചിട്ടുണ്ട്. അന്ന് ഡോക്ടർ പറഞ്ഞത് ഇതൊക്കെ ഭയങ്കര വിഷയമായിട്ടോ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അതുപോലുള്ളൊരു ഇതിൽ നമ്മൾ കടന്നു വന്നുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നാണ് നമുക്ക് ഈ സ്ട്രീറ്റ് ഡോഗുകൾ ഒത്തിരി കണ്ടമാനം അധികമായിട്ട് അപകടത്തിൽപ്പെടാൻ നമുക്ക് വന്നത്. അപ്പോൾ ഒത്തിരി പേര് നമ്മളെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഇതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ് മൃഗാശുപത്രിയിൽ നിന്ന് തന്നെ ഒത്തിരി പേർക്ക് നമ്പർ കൊടുത്തു. 40ഓളം നായ്ക്കളും പൂച്ചകളും ഇവരുടെ പരിചരണത്തിൽ കഴിയുന്നുണ്ട്. വാടക വീട്ടിൽ ഇത്രയും മൃഗങ്ങളെ പാർപ്പിക്കുന്നതിന്റെ അസൗകര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും എന്നെങ്കിലും ഈ മിണ്ടാപ്രാണികൾക്ക് സ്വന്തമായി ഒരു ഷെൽട്ടർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ന്യൂസ് 18 ഇടുക്കി. സംസ്ഥാനത്തിന്റെ സമഗ്രമായ ഒരു ചിത്രമാണ് കഴിഞ്ഞ ഒരു 1.5 മണിക്കൂറോളമായി നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ. തീർച്ചയായും അത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള വാർത്തകൾ, അന്തർദേശീയ വാർത്തകൾ, ദേശീയ വാർത്തകൾ, കായിക വാർത്തകൾ അടക്കം നിരവധി വാർത്തകളാണ് ഈ 1.5 മണിക്കൂർ നമ്മൾ പ്രേക്ഷകരിലേക്ക്. അതായത് സമയം 8:30 അടുക്കുന്നു. ഇനിയുള്ള മണിക്കൂറുകളിൽ നമ്മൾ നിരവധി വാർത്തകളുടെ തുടർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയുള്ള യോഗമായിരിക്കാം ആദ്യ പ്രതീക്ഷിക്കപ്പെടുന്ന വാർത്ത. അവിടെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങളുണ്ടാകും. മറ്റ് സംസ്ഥാനം കാത്തിരിക്കുന്ന മറ്റ് വിശേഷങ്ങളുണ്ട്, സംഭവങ്ങളുണ്ട്. എന്തൊക്കെയായാലും വാർത്തകൾ അവസാനിക്കുന്നില്ല, വാർത്തകൾ തുടരുകയാണ്. ന്യൂസ് 18 കണ്ണും കാതും സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ വാർത്തയ്ക്ക് പിന്നാലെയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരും കരുതിയിരിക്കുക. എന്തായാലും പ്രഭാത കേരളം ഇവിടെ പൂർണ്ണമാകുന്നു, പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇനിയും ന്യൂസ് 18 ഇന്ത്യയാണ് അടുത്തതായി പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത്.